നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ശുഭകരമായ വാർത്തകളല്ല ഇന്നലെ രാത്രി മുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ കൊടും ക്രൂരതയുടെ വാർത്തകളാണ് വരുന്നത്. ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഭാരതത്തിൻ്റെ തീരുമാനം. പ്രധാനമന്ത്രി സൗദി യാത്ര വെട്ടിച്ചുരുക്കി രാവിലെ തന്നെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. രാവിലെ തന്നെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് എന്ത് നടപടി സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് രാവിലെ നൽകാൻ കഴിയുന്ന വാർത്ത. എന്തായാലും നമുക്ക് ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സൈനിക വലയത്തിൽ പഹൽഗാം, ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. വിദേശികളടക്കം 28 പേർ കൊല്ലപ്പെട്ടെന്ന് വിവരം. മരിച്ചവരിൽ നാവികസേന ഉദ്യോഗസ്ഥന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ ഡൽഹിയിൽ. ശ്രീനഗറിൽ തുടർന്ന അമിത്ഷാ. നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം രാവിലെ. അപലപിച്ച് ലോക നേതാക്കൾ. കനത്ത സുരക്ഷയിൽ ഭാരതം. ഡൽഹി, മുംബൈ, ജയ്പൂർ, അമൃത്സർ നഗരങ്ങളിൽ അതീവ ജാഗ്രത. തീർത്ഥാടന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ സൈനിക വിന്യാസം. നടുക്കം വിട്ടുമാറാതെ കേരളം. കൊച്ചി സ്വദേശി രാമചന്ദ്രനെ കൊന്നത് മകളുടെ മുന്നിൽ വെച്ച്. മകൻ കാശ്മീരിലേക്ക്. കാശ്മീരിലെത്തിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. നോർക്ക റൂട്ട്സിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. MLA-മാരായ M. മുകേഷും KPA മജീദും T. സിദ്ദിഖും K. ആൻസലിനും കാശ്മീരിൽ. കൂട്ടത്തിൽ ഹൈക്കോടതി ജസ്റ്റിസുമാരുടെ സംഘവും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വിദ്വേഷ പ്രചാരണം. ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുത്തെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്. മാഹി മണ്ഡലം പ്രസിഡന്റ് രജിലേഷിനെതിരെ പ്രതിഷേധം ശക്തം. ജമാഅത്തെ ഇസ്ലാമി ബന്ധം വിച്ഛേദിക്കാതെ മുസ്ലിം ലീഗ്. വഖഫ് നിയമ ഭേദഗതിയുടെ പ്രതിഷേധത്തിൽ വേദി പങ്കിട്ട നേതാക്കൾ. ഇന്ന് എറണാകുളത്ത് ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥി. വ്യാജ പ്രചാരണങ്ങൾ തുറന്നുകാട്ടാൻ BJP ജനജാഗരണ യജ്ഞം. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം തലസ്ഥാനത്ത് ഇന്നു മുതൽ. പൊതുസമ്മേളനം ബംഗാൾ ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 27 വരെ സമ്മേളനം. ഭീരുക്കളുടെ ഭീകരത. ജമ്മു കാശ്മീരിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഡൽഹിയിൽ മടങ്ങിയെത്തി. പ്രധാനമന്ത്രി 2 ദിവസത്തെ സൗദി അറേബ്യൻ സന്ദർശനത്തിനാണ് പുറപ്പെട്ടത്. അദ്ദേഹം ഒരു ദിവസം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ വൈകിട്ട് വളരെ പെട്ടെന്ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ അതിക്രൂരമായ ആക്രമണം നടത്തിയത്. അതും ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചാണ് അവർ വെടിവെപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വേദനാജനകവും അല്ലെങ്കിൽ ഏറ്റവും ഭീകരവുമായ നടപടി. പേര് ചോദിച്ചും മതചിഹ്നങ്ങൾ പരിശോധിച്ചും ഒക്കെയായിരുന്നു അവർ കൊലപാതകം നടത്തിയത്. ഈ കൊല്ലപ്പെട്ടവരിൽ മലയാളിയായ കൊച്ചി സ്വദേശി രാമചന്ദ്രനും ഉണ്ട് എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചും വലിയ വേദനയാണ്. കേരളം മാത്രമല്ല, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും അവിടെ യാത്രയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. മരിച്ചത് 28ഓളം പേരെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ഒക്കെയായി
ശ്രീനഗറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെട്ടു. പ്രധാനമന്ത്രി തന്നെ ഉടൻ തന്നെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി. അങ്ങനെയാണ് അദ്ദേഹം സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാവിലെ 7 മണിക്ക് മുമ്പായി തന്നെ ഡൽഹിയിൽ തിരികെ എത്തിയത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാവിലെ തന്നെ ഡൽഹിയിലെത്തിയിരിക്കുന്നു. രാവിലെ മന്ത്രിസഭാ യോഗമുണ്ടാകും. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ നടപടികൾ, വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ രാവിലെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. അങ്ങനെ തന്നെയല്ലേ പറയാൻ കഴിയുക ഗൗതം? വിനോദെ, സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് ഡൽഹിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയും അദ്ദേഹം ചില നിർണായകമായ കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഈ മന്ത്രിസഭാ യോഗവും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെ ഉള്ളവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലവിൽ ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്യുന്നു. അദ്ദേഹം ഉടൻ തന്നെ പഹൽഗാമിലേക്ക് എത്തുകയാണ്. ഈ ഭീകരാക്രമണം നടന്ന സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും അദ്ദേഹം ശ്രീനഗറിൽ തന്നെ ഇന്ന് തുടരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മു കാശ്മീരിലേക്ക് പോകുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഈ ഭീകരാക്രമണത്തെ രാജ്യം വളരെ ഗൗരവമായി നോക്കിക്കാണുന്നു. ഇതിന് കനത്ത പ്രഹരം ഭീകരർക്ക് സുരക്ഷാ സേന നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ സൈന്യം അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പഹൽഗാമിലും അതോടൊപ്പം തന്നെ അനന്തനാഗിന്റെ വിവിധ ഭാഗങ്ങളിലും വനമേഖലകളിലുമാണ് സുരക്ഷാ സേനയുടെ തിരച്ചിൽ നടക്കുന്നത്. 7-അംഗ സംഘം ഈ ആക്രമണത്തിന് നേതൃത്വം നൽകി. ആ 7-അംഗ സംഘത്തെ മാത്രമല്ല, മറിച്ച് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട ഭീകരരെ ഉൾപ്പെടെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളൊരു വലിയ തിരിച്ചടി തന്നെയാണ് സൈന്യം ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഡൽഹിയും ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറും കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതേസമയം ഈ മരണപ്പെട്ടവരുടെ എണ്ണം 27ആയി സർക്കാർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. 27 പേരാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞുണ്ടായ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഈ 26 പേർ പുരുഷന്മാരും ഒരാൾ സ്ത്രീയുമാണ്. ഇതിൽ കൊച്ചി സ്വദേശി മലയാളിയായ രാമചന്ദ്രനും ഉൾപ്പെടുന്നുണ്ട് എന്ന കാര്യം ഇന്നലെ തന്നെ നമ്മൾ വൈകുന്നേരം തന്നെ പ്രേക്ഷകരിലേക്ക് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എത്തിച്ചിരുന്നു. ഏതായാലും ഈ 27 പേരുടെയും മൃതദേഹം നിലവിൽ ശ്രീനഗറിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇനിയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ നടക്കേണ്ടത്. അതിനുശേഷം ഈ ഭൗതികദേഹത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമാകും ഈ ഭൗതികദേഹം ഈ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെല്ലാം ശ്രീനഗറിലേക്കാണ് എത്തുന്നത്. പഹൽഗാമിലേക്ക് ഇപ്പോൾ ആരെയും കടത്തിവിടുന്നില്ല. കാരണം അവിടെ മുഴുവൻ സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലേക്ക് ആ പ്രദേശം മുഴുവൻ മാറിയിരിക്കുന്നു. അവിടെ നിലവിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികളെ കൂടി അവിടെ നിന്നും ശ്രീനഗറിലേക്ക് നീക്കുന്നുണ്ട്. കൂടാതെ ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളോടെല്ലാം ശ്രീനഗറിലേക്ക് എത്താനാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന നിർദ്ദേശം എന്നുള്ളത്. ശ്രീനഗർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ക്യാമ്പുകളും അതോടൊപ്പം തന്നെ ഈ ഹെൽപ്പ് ഡെസ്കുകളും എല്ലാം പ്രവർത്തിക്കുന്നത്. ഒപ്പം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും അവിടെയാണ് നടക്കുന്നത്. അതിനാൽ അവിടേക്ക് ബന്ധുക്കൾ ഉൾപ്പെടെ എത്താനാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന നിർദ്ദേശം. വിനോദ്, ശ്രീനഗറിലേക്ക് കൊല്ലപ്പെട്ട 27 പേരുടെ മൃതദേഹവും ശ്രീനഗറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ഗൗതം പങ്കുവെക്കുന്നു. ഗൗതം, നമുക്കറിയാം മരിച്ചവരിൽ മലയാളിയായ രാമചന്ദ്രനുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ഒരു നാവികസേന ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം അടുത്ത കാലത്താണ് വിവാഹിതനായത്. അദ്ദേഹം വിവാഹശേഷമുള്ള ആദ്യത്തെ ടൂർ ആയിരുന്നു ജമ്മു കാശ്മീരിലേക്ക് നടത്തിയത്. അങ്ങനെ ഉള്ള നിരവധി ആളുകൾ, മരിച്ചവരിൽ വിദേശികളുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ തന്നെ ഈ സംഭവത്തെ അപലപിച്ചു കഴിഞ്ഞു. എന്തായാലും ഭീകരർ 7 പേരടങ്ങുന്ന സംഘമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകർക്കായി നൽകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ മരിച്ച വിദേശികൾ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ 27 പേർ മരിച്ചിരിക്കുന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ വിദേശികൾ അവിടെ ടൂർ സഞ്ചാരത്തിന് എത്തിയവരായിരിക്കുമല്ലോ. അത്തരം അവരുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ടോ ഗൗതം?
വിനോദ്, നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും എത്തിയ വിദേശികളാണ് ഈ ആക്രമണത്തിൽ മരണപ്പെട്ടത്. ഒപ്പം ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, അതോടൊപ്പം തന്നെ കർണാടക, കേരളം, അതുപോലെ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ മരണപ്പെട്ട വിനോദസഞ്ചാരികൾ. നിലവിൽ ജമ്മു കാശ്മീരിന്റെ സാഹചര്യം വളരെ ശാന്തമായിരുന്നു. അതിനാൽ തന്നെ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് ഭാരതത്തിനകത്തു നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് പുറത്തു നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ ഈ മാറുന്ന സാഹചര്യത്തിൽ എത്തുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, കശ്മീർ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള പ്രദേശമാണ്. ഭൂമിയിലെ സ്വർഗം എന്നാണ് ജമ്മു കാശ്മീരിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ ഈ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല മുൻപ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. തുടർച്ചയായ വെടിയൊച്ചകൾ ഗർജിച്ചിരുന്ന കശ്മീർ താഴ്വരയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സിൽ ഭയം ഓടിയെത്തുമായിരുന്നു. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും മോശം മുഖം ജമ്മു കാശ്മീരിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെയുള്ള അതിക്രമമാണെങ്കിലും അമർനാഥ് തീർത്ഥാടകർക്ക് നേരെയുള്ള ആക്രമണ പരമ്പരകളാണെങ്കിലും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ യഥാർത്ഥ രൂപമാണ് നമ്മൾ ജമ്മു കാശ്മീരിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ടിട്ടുള്ളത്. എന്നാൽ 2014 ദേശീയ തലത്തിൽ വന്ന ഭരണമാറ്റത്തിന് ശേഷം ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടായിരുന്നു. വിശേഷിച്ച് 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതിന് ശേഷം കശ്മീർ താഴ്വര പൊതുവെ ശാന്തമാണ്. ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾക്ക് പിന്നീട് കശ്മീർ വേദിയായിട്ടില്ല. ഇതിനു മുൻപ് 2019 ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് ഇതിനു മുൻപ് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം. അത് പുൽവാമ ഭീകരാക്രമണമാണ്. അത് നമുക്കറിയാം, CRPFന്റെ വാഹന വ്യൂഹത്തിന് നേരെ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ഒരു വലിയ സ്ഫോടനമായിരുന്നു. അതിൽ നിരവധി സുരക്ഷാ ഭടന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിന് നമ്മൾ കനത്ത തിരിച്ചടി ഭീകരർക്ക് നൽകുകയും ചെയ്തു. 2019 ഫെബ്രുവരി 14-നാണ് പുൽവാമയിൽ ആക്രമണം ഉണ്ടായതെങ്കിൽ ഫെബ്രുവരി 26-ന് പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിൽ ഭാരതത്തിന്റെ മിറാഷ് പോർ വിമാനങ്ങൾ കടന്നു ചെന്ന് അവിടെ എയർ സ്ട്രൈക്ക് നടത്തിയ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാരികൾ ഇപ്പോൾ അവിടേക്ക് ധാരാളമായി എത്തിത്തുടങ്ങിയത്, ഭൂമിയിലെ സ്വർഗം കാണുന്നതിനായി നേരിട്ട് ആളുകൾ എത്തിത്തുടങ്ങിയത് കശ്മീരിന്റെ മാറുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. റോഡുകളും അതോടൊപ്പം തന്നെ റെയിൽപാതകളും ഒക്കെ വന്നു. കണക്ടിവിറ്റി വളരെ സജീവമായി ജമ്മു കാശ്മീരിൽ. ഒപ്പം ഭീകരാക്രമണത്തിന്റെ തോത് കുറയുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 85% ഭീകരാക്രമണം കുറഞ്ഞു എന്നത് കണക്കിൽ തന്നെ വ്യക്തമാക്കുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കടലാസിലെ കണക്കല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കശ്മീരിൽ കഴിഞ്ഞ 5 വർഷമായി പൊതുവെ ശാന്തമായിരുന്നു. മാത്രമല്ല, അവിടെ അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും ഒരു ചരിത്ര സംഭവമായി. കാരണം ഒരു ബൂത്തിൽ പോലും അവിടെ റീപോളിംഗ് നടത്താതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്നൊരു സാഹചര്യം ആ സ്ഥലത്ത് രൂപപ്പെട്ടു എന്നത് തന്നെ അത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായൊക്കെയാണ് പൊതുവെ കണക്കാക്കപ്പെട്ടത്. കാരണം മുൻപൊക്കെ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം, റീപോളിംഗ് എന്നതിലുപരി അവിടെ തെരഞ്ഞെടുപ്പേ നടക്കാറില്ല. വോട്ടെടുപ്പ് ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ആഹ്വാനമാണ് ഭീകരശക്തികൾ നടത്തുന്നത്. അതിനെ തുടർന്ന് ആളുകൾ വോട്ട് ചെയ്യാനായി വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയമാണ്. അഥവാ വോട്ട് ചെയ്യാനായി ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ പാടില്ല എന്ന ആഹ്വാനം മതതീവ്രവാദികൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറുന്നതായിരുന്നു. അവിടെ വളരെ വിശാലമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു പോളിംഗ് ബൂത്തിൽ പോലും ജമ്മു കാശ്മീരിൽ റീപോളിംഗ് നടത്തേണ്ട വന്നില്ല കേന്ദ്ര സർക്കാരിന് എന്നതാണ് വളരെ ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ ജമ്മു കാശ്മീരിന്റെ സാഹചര്യങ്ങളെ മാറി മറിഞ്ഞ് അവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒരു ഒഴുക്കുണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ഭീതി പരത്താനാണ് ഇപ്പോൾ ഇസ്ലാമിക ഭീകര ശക്തികൾ ശ്രമിച്ചത്. അതിനാലാണ് ഈ വളരെ അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ പഹൽഗാമിൽ ഇസ്ലാമിക ഭീകര സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ വളരെ ഗൗരവമായി ഈ വിഷയത്തെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നു. അതിനാലാണ് സൗദി അറേബ്യ സന്ദർശനം ഉൾപ്പെടെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ പുലർച്ചെ ഡൽഹിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിനാണെങ്കിലും അതല്ല ഇനിയുള്ള കൗണ്ടർ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായി അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ശ്രീനഗറിലെത്തി. ഇന്നിപ്പോൾ അദ്ദേഹം പഹൽഗാമിലേക്ക് ഉടൻ തന്നെ പോകുന്നു എന്ന വിവരം കൂടി നമുക്ക് ശ്രീനഗറിൽ നിന്നും ലഭിക്കുന്നുണ്ട്.
തീർച്ചയായും ഡൽഹിയിൽ തിരികെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാമിലേക്ക്, ഭീകരാക്രമണം നടന്ന പഹൽഗാമിലേക്ക് ഉടൻ യാത്രയാകുമെന്നുള്ള കാര്യങ്ങളാണ് ഗൗതം അനന്തനാരായണൻ നമ്മളോട് പങ്കുവെക്കുന്നത്. ഗൗതം തുടരുക. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ കൂടി ചേർന്നു. സുധീഷ്, കൊല്ലപ്പെട്ട രാമചന്ദ്രൻ അദ്ദേഹം സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പല പ്രേക്ഷകരും നമുക്ക് ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കവിയൂർ സി ഹരികൃഷ്ണൻ പറയുന്നത് കാശ്മീരിൽ ഭീകരർ കൊല ചെയ്ത രാമചന്ദ്രൻ 1977 മുതൽ ഇടപ്പള്ളിയിലെ സ്വയംസേവകൻ, ഒരു കാലത്ത് ദേവംകുളങ്ങര ശാഖ മുഖ്യശിക്ഷകായിരുന്നു. നേരത്തെ പറഞ്ഞതാണ്, സുധീഷ് പറഞ്ഞതാണ്, അദ്ദേഹം അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു കുടുംബനാഥനായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം തിങ്കളാഴ്ചയാണ് കുടുംബസമേതം ജമ്മു കാശ്മീരിലേക്ക് യാത്രയായത്. നമ്മൾക്ക് ആ ചിത്രങ്ങളിൽ കാണാം. കാശ്മീരിൽ നിന്നുള്ള ചിത്രങ്ങളായിരിക്കാം, അദ്ദേഹം വാട്സപ്പിലൊക്കെ പങ്കുവച്ച ചിത്രങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. കുടുംബസമേതം അദ്ദേഹം യാത്രയാകുന്നു. മകളുടെയും കൊച്ചുമക്കളുടെയും മുമ്പിൽ വെച്ചാണ് രാമചന്ദ്രനെ ആ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ ബന്ധുക്കൾ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം ഒക്കെ അവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ച് സുധീഷ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ആ വീട്ടിൽ നിന്നും, രാമചന്ദ്രൻ്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത എന്താണ് സുധീഷ്? വിനോദ്, നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയാൻ കഴിയുന്നത് ഇന്ന് ഉച്ചയോടെ മകൻ അവിടേക്ക് എത്തും. ബാംഗ്ലൂരിലാണുള്ളത്. ഇന്നലെ അവിടേക്ക് യാത്ര ചെയ്യുന്നതിന് അസൗകര്യങ്ങളുണ്ടായിരുന്നു ഈ സുരക്ഷാ നിയന്ത്രണങ്ങളുടെ പേരിൽ. അതുകൊണ്ട് ഇന്ന് അവിടേക്ക് പുറപ്പെടും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. മകൻ കൂടി എത്തിയ ശേഷമായിരിക്കും മറ്റ് മേൽനടപടികൾ ഉണ്ടാകുക എന്ന് ഇന്നലെ അറിയിപ്പ് കിട്ടിയതായാണ് ബന്ധുക്കൾ പങ്കുവച്ച വിവരം. ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം അവിടെ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യമാണ് ഇത്. എന്തുതന്നെയാലും തിങ്കളാഴ്ചയാണ് ഭാര്യയ്ക്കും മകൾക്കും, മകളുടെ 2 കുട്ടികൾ, അത് ഇരട്ടക്കുട്ടികളാണ്, ആ കുട്ടികൾക്കുമൊപ്പം രാമചന്ദ്രൻ കാശ്മീരിലേക്ക് പോകുന്നത്. അത് ഹൈദരാബാദ് വഴിയായിരുന്നു വിമാനമാർഗം കാശ്മീരിലെത്തിയത്. അതിനുശേഷം ഇന്നലെ കുതിരസവാരിക്കും മറ്റുമായി ഇറങ്ങുമ്പോഴാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാവുന്നത്. ഭാര്യ ഷീല കാറിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഭീകരർ എത്തുകയും രാമചന്ദ്രന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് മുസ്ലിം പ്രാർത്ഥന ചൊല്ലാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആദ്യം പേര് ചോദിച്ചിരുന്നു. പേര് കേട്ടതിന് തൊട്ട് പിന്നാലെ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞപ്പോൾ താൻ ഒരു മുസ്ലിം അല്ല എന്ന കാര്യം വെളിപ്പെടുത്തിയ തൊട്ടു പിന്നാലെ വെടിയുതിർത്തു എന്നതാണ് മകൾ പറയുന്നത്. അതിനുശേഷം മകൾക്ക് നേരെയും തോക്ക് ചൂണ്ടിയെങ്കിലും കുട്ടികൾ വല്ലാതെ കരഞ്ഞതോടെ ഇയാളുടെ ശ്രദ്ധ മാറുകയും ഇവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നതാണ് അറിയുന്നത്. ഓടി സമീപത്തുള്ള ഒരു ഹോട്ടലിൽ അഭയം തേടുകയായിരുന്നു. അതിനുശേഷം സൈനികരും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അവിടെ എത്തി. അതിനുശേഷമാണ് അവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് മാറിയത് എന്നതാണ്. അതുവരെയും വളരെ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമായിരുന്നു എന്നതാണ് ബന്ധുക്കളോടും മറ്റും മകൾ വെളിപ്പെടുത്തിയത്. എന്തുതന്നെയായാലും ഈ അവധിക്കാലം ആസ്വദിക്കാനായി പോയതായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മകൾ നാട്ടിലെത്തിയത്. മകൾ എത്തിയതിന് തൊട്ട് പിന്നാലെ ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്ത് പോവുകയായിരുന്നു. അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചേർന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ സജീവമായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. NSSൻ്റെ ആയാലും ദേവംകുളങ്ങര ക്ഷേത്ര കാര്യങ്ങളിലായാലും എല്ലാം സജീവമായി ഇടപെടുന്ന ആളാണ്. റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നേരത്തെ 92-ൽ ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ച, BJPയിൽ നിന്നും മത്സരിച്ച വ്യക്തി കൂടിയാണ്. സംഘപ്രവർത്തകനാണ്. ഇന്നലെ തന്നെ അവരുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞത് ദേശീയതയിൽ വിശ്വാസം അർപ്പിച്ച ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഭീകരർ ആ ഒരു ഭീഷണിക്ക് മുമ്പിൽ ഒരു കൂസലുമില്ലാതെയാണ് അദ്ദേഹം നിന്നത് എന്നത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ക്രൂരമായി വെടിയേറ്റ് മരിക്കേണ്ടി വന്നതും. എന്തു തന്നെയായാലും ഇനിയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ, അത് മകൻ കൂടി അവിടെ എത്തിയതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലുള്ള തുടർ നടപടികൾ ഉണ്ടാവൂ എന്നാണ്. ശ്രീനഗറിലേക്ക് ചെല്ലാനാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇവിടുന്നും യാത്ര തിരിക്കുമ്പോഴും അയൽവാസികളോടൊക്കെ തന്നെ വളരെ സന്തോഷകരമായി സംസാരിച്ചു പോയതായിരുന്നു. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയാഘാതം കഴിഞ്ഞ് ശസ്ത്രക്രിയ അടക്കം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭാര്യയെ ഇതുവരെയും ഈ മരണവിവരം അറിയിച്ചിട്ടില്ല എന്നതാണ് ബന്ധുക്കൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് മകൻ കൂടി എത്തിയതിന് ശേഷം മരണവിവരം അറിയിച്ചാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ്
എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇനിയും ഇവിടെ ഇന്ന് ജില്ലാ കളക്ടർ അടക്കം ഇവരുടെ ബന്ധുക്കളുമായും മറ്റും ആശയവിനിമയം നടത്തും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ജില്ലാ ഭരണകൂടം കൂടി ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടാവും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. അത് എപ്പോഴായിരിക്കും എന്നത് സംബന്ധിച്ചും ഒരു സ്ഥിരീകരണം ഇവിടെ ആർക്കും ലഭിച്ചിട്ടില്ല. വിനോദ്. തീർച്ചയായും രാമചന്ദ്രൻ്റെ മകൻ ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെടുന്നു എന്നുള്ള വാർത്തയും ഈ അവസരത്തിൽ നമുക്കൊപ്പം സുധീഷ് പങ്കുവെക്കുന്നു. സുധീഷ്, കുടുംബസമേതം ആണ് അദ്ദേഹം യാത്രയായത്. ആ നടുക്കുന്ന ഓർമ്മകൾ തന്നെയാവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, കാശ്മീരിലുള്ളവർ ഒക്കെ തന്നെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞാലും അവരുടെ മാനസികാവസ്ഥ, അവർക്കുണ്ടായ തീരാ നഷ്ടം, അവരുടെ കൺമുന്നിൽ വെച്ച് അവരുടെ ഗൃഹനാഥൻ, അവരുടെ വീട്ടിലെ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ അച്ഛൻ, ചെറുമക്കളുടെ മുത്തച്ഛൻ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം. രാമേന്ദ്രൻ മാത്രമല്ല, അങ്ങനെ നമ്മുടെ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 27 പേർ, അതിൽ 2 വിദേശികളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിൽ എത്തിച്ച് സംസ്കരിക്കാനുള്ള നടപടികളിലേക്കൊക്കെ നീങ്ങുമെന്നുള്ള കാര്യം നമ്മൾക്കറിയാം. ആ വീട്ടിലേക്ക് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ആലോചനകളും അല്ലെങ്കിൽ അതിന്മേലുള്ള നടപടികളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ സുധീഷ്? ഇനി നമുക്കറിയാൻ കഴിയുന്നത് അവിടെ നിന്നും ശ്രീനഗറിൽ നിന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി തന്നെ വാർഡ് കൗൺസിലർ അടക്കമുള്ള BJPയുടെ നേതാക്കളടക്കമുള്ളവരൊക്കെ, കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ അടുത്ത ബന്ധുക്കൾ ഇന്നലെ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വൈകി 12 മണിക്ക് ശേഷമാണ് അവർ എത്തിയത്. അവർ പിന്നീട് മടങ്ങുകയും ചെയ്തു. തൃപ്പൂണിത്തുറ ഷീല എന്ന രാമേന്ദ്രൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് ആദ്യം മകൾ ഫോണിൽ ഈ വിവരം ധരിപ്പിച്ചത്. ഇവിടെ അടുത്തും ബന്ധുക്കളുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും അടുത്ത ബന്ധുക്കൾ തൃപ്പൂണിത്തുറയും മറ്റുമാണ് താമസിക്കുന്നത്. ഒരു അമ്മാവൻ ഇവിടെ സമീപത്ത് ഉണ്ട്. അവരെ ഒക്കെ ഈ വന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ അവരുമായൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. മറ്റ് സർക്കാർ പ്രതിനിധികളായ ആരെങ്കിലും എത്തിച്ചേരുമോ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. എന്തു തന്നെയായാലും കുട്ടികളുടെ, ഈ ചെറുമക്കളുടെ കൂടി മുമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ രാമചന്ദ്രനെ വധിക്കുന്നത്. അതിൻ്റെ ഒരു ഞെട്ടൽ ഇതുവരെയും കുട്ടികളിലും മകൾക്കും ഒന്നും വിട്ടുമാറിയിട്ടില്ല. ഈ സമയത്ത് ഭാര്യ കാറിലായിരുന്നതുകൊണ്ട് അവർ ഇത് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തുതന്നെയായാലും ഈ നാടിനെയാകെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്നലെ വൈകിട്ട് ആദ്യം ഇത്തരം ചില വാർത്തകൾ വരുമ്പോഴും അതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. വിനോദ്. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 27 പേർ ആണ് എന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പ്രധാനമന്ത്രി ഡൽഹിയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. ഗൗതം നേരത്തെ സൂചിപ്പിച്ചത് അടിയന്തരമായി പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് ജമ്മു കാശ്മീരിലേക്ക് യാത്രയാകുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങൾ അദ്ദേഹം നേരിട്ട് സന്ദർശിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ രാജ്യം ഇപ്പോൾ അതീവ സുരക്ഷയിലേക്ക് നീങ്ങുകയാണ്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഡൽഹി, മുംബൈ, കൽക്കട്ട തുടങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ സുരക്ഷ ശക്തമാക്കുകയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതേപോലെ തന്നെ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലുമെല്ലാം ഭീകരാക്രമണ സാധ്യത ഉണ്ടെന്ന് ഏതെങ്കിലും തരത്തിൽ സൂചനയുള്ള എല്ലാ പ്രദേശങ്ങളിലും അതീവ ജാഗ്രത അതിലേക്ക് കടക്കുകയാണ് രാജ്യം. അങ്ങനെ തന്നെയല്ലേ ഗൗതം? വിനോദ, ഇപ്പോൾ രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനമായ ഡൽഹി, ഭാരതത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ, അതോടൊപ്പം തന്നെ മറ്റ് മെട്രോ നഗരങ്ങൾ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള അയോധ്യ, വാരണാസി, മധുരയൊക്കെ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇപ്പോൾ കൂടുതൽ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഈ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ
അടിസ്ഥാനപരമായ കാരണം രാജ്യം ഒരു നിർണായകമായ ഓപ്പറേഷനിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതല്ലാതെ ഈ നഗരങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഭീകര ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഭീകരർക്ക് തക്കതായ മറുപടി നൽകുന്ന ഓപ്പറേഷനുകൾ ജമ്മു കാശ്മീരിൽ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മറ്റ് നഗരങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ നഗരങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി മുതൽ തന്നെ സൈന്യം തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സാധാരണ ഒറ്റപ്പെട്ട ഭീകരാക്രമണമായി കേന്ദ്ര സർക്കാരോ സൈന്യമോ കാണുന്നില്ല. മതാടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ളൊരു ആക്രമണമാണ്. 27 വിനോദസഞ്ചാരികളെയാണ് വധിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ശക്തമായ തിരിച്ചടി സുരക്ഷാസേന നൽകുന്നുണ്ട്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ സൈന്യവും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ കേന്ദ്ര സർക്കാരും നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും അതോടൊപ്പം തന്നെ മുംബൈ പോലുള്ള പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിലും അയോധ്യ, വാരണാസി, കാശി, മധുര തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലുമെല്ലാം ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇപ്പോൾ സർക്കാരിൻ്റെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ രാജ്യം പുറപ്പെടുവിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പ്രത്യേക ജാഗ്രത തന്നെയുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൗതം അനന്തനാരായണൻ, ഈ ജമ്മു കാശ്മീരിൽ കുടുങ്ങിയ അല്ലെങ്കിൽ അവിടെ യാത്ര പോയവരിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നുള്ള MLA-മാരുമുണ്ട്. അത് M. മുകേഷ്, അതേപോലെ തന്നെ T. സിദ്ദിഖ്, ആൻസിലൻ തുടങ്ങിയ MLA-മാരും അവിടെ ഉണ്ട്. യാത്രയായവരിൽ അവരും ഉണ്ടായിരുന്നു. അവർ ശ്രീനഗറിലുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാർ അവരും കാശ്മീർ യാത്രയിലായിരുന്നു. നമുക്കറിയാം ഇതിപ്പോൾ ഒരു സ്കൂളുകളൊക്കെ അടച്ച് കേരളത്തിലൊക്കെ ഒരു വേനൽക്കാല അവധിയുടെ കാലമാണ്. അപ്പോൾ കുടുംബസമേതം ഒക്കെ എല്ലാവരും പ്രധാനപ്പെട്ട ആളുകൾ, നമ്മൾ അറിയാത്ത ആളുകൾ ഒക്കെ തന്നെ കുടുംബസമേതം യാത്രയാകുന്ന പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ജമ്മു കാശ്മീർ മടങ്ങി വന്നിരുന്നു. കാശ്മീരിൽ വെടിയുച്ചയൊക്കെ നിലച്ചു. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്വർഗം എന്നുള്ള നിലയിൽ തന്നെ കണക്കാക്കുന്ന പ്രദേശം, അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികൾ കൂടുതലായി പോകുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അപ്പോൾ MLA-മാർ അവിടെയുണ്ട്, ഹൈക്കോടതി ജസ്റ്റിസുമാരുണ്ട്. ഇവരൊക്കെ തന്നെ സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അവരിൽ നിന്നും MLA-മാർ അല്ലെങ്കിൽ കോടതി ന്യായാധിപന്മാർ ഇവരിൽ നിന്നൊക്കെ ആ പ്രദേശത്തെ കൂടുതൽ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ ഗൗതം? വിനോദ, ഈ കേരളത്തിൽ നിന്നുള്ള MLA-മാർ മുകേഷ്, അതോടൊപ്പം തന്നെ T. സിദ്ദിഖ് തുടങ്ങിയ ആളുകൾ ഈ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നവരാണ്. ഇന്നലെ തന്നെ നമ്മൾ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ടെലിഫോണിലൂടെ ആരാഞ്ഞിരുന്നു. ഈ പോയ ആളുകളെല്ലാം, അത് ഈ MLA-മാരാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും പറയുന്നൊരു കാര്യം, ജമ്മു കാശ്മീരിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് ഇങ്ങനൊരു ആക്രമണം എന്നുള്ളതാണ്. കാരണം ജമ്മു കാശ്മീരിൻ്റെ സാഹചര്യങ്ങൾ പൊതുവെ മാറിയിരുന്നു. അതൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്ന സംസ്ഥാനമാണ്, ദക്ഷിണ ഭാരതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാനമായ കേരളവും തമിഴ്നാടും പോലും, ദക്ഷിണേന്ത്യയിൽ നിന്ന് പോലും ധാരാളം വിനോദസഞ്ചാരികൾ ഇപ്പോൾ കശ്മീരിലേക്ക് ദിനംതോറും എത്തുകയാണ്. നമ്മൾ കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അവിടെ തുടർച്ചയായി ക്യാമ്പ് ചെയ്ത ഘട്ടത്തിൽ നിരവധി മലയാളികളെ ഓരോ ദിവസവും ശ്രീനഗറിലെ ലാൽ ലേക്കിന് സമീപത്തും അതോടൊപ്പം തന്നെ ക്ലോക്ക് ടവറിൻ്റെ സമീപത്തുമൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ശങ്കരാചാര്യ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ മലയാളികളുടെ ഒരു വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമാണ് ഇന്നലത്തെ ആക്രമണം. അതിനാൽ തന്നെയാണ് രാജ്യം നടുങ്ങിപ്പോകുന്നു എന്ന ഒരു ക്യാപ്ഷൻ തന്നെ നമ്മൾ നൽകുന്നത്. കാരണം അത്രത്തോളം സമാധാന അന്തരീക്ഷം ജമ്മു കാശ്മീരിൽ തിരികെ വരുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു വലിയ ആക്രമണം ഇസ്ലാമിക ഭീകര സംഘടനകൾ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ അവിടെ ഉണ്ടായിരുന്ന MLA-മാരാണെങ്കിലും ജഡ്ജിമാരാണെങ്കിലും അവരുടെ എല്ലാം ടെലിഫോണിലൂടെയുള്ള വിവരണങ്ങൾ അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മൾ ആരാഞ്ഞതാണ്. ആ ഘട്ടത്തിൽ എല്ലാവരും ഒരു നടുക്കത്തിലായിരുന്നു. അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ വീണ്ടും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നത് തന്നെയാണ് ഇവരെല്ലാം നൽകുന്ന പ്രതികരണം എന്നുള്ളത്. കാരണം പൊതുവേ സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല
ഈ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടയിൽ കശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതിന് ശേഷം പൊതുവെ ഭീകര ശക്തികൾക്ക് അവിടെ സ്വാധീനം കുറഞ്ഞു വരികയാണ്. പഴയ പോലെയുള്ള ഭീകര റിക്രൂട്ട്മെന്റുകളോ അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റമോ കാര്യമായി നടക്കുന്നില്ല. അതിനാൽ തന്നെ ഇത്ര വലിയൊരു ഭീകരാക്രമണം ഈ ഘട്ടത്തിൽ ഭീകരർക്ക് നടത്താൻ കഴിയുമെന്ന ധാരണ പൊതുസമൂഹത്തിനോ സർക്കാരിനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും അപ്രതീക്ഷിതമായി നടത്തിയതാണ്. അതിനാൽ തന്നെ ഒരു കനത്ത തിരിച്ചടിയിലൂടെ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. ഭീകര സംഘടനകളെ പൂർണ്ണമായി തന്നെ ഉന്മൂലനം ചെയ്യുന്നതിനായുള്ള ഓപ്പറേഷൻ ഓൾ ഔട്ട് പോലെയുള്ള നീക്കങ്ങൾ അവിടെ സൈന്യം നടത്തിവരികയാണ്. ഈ ജമ്മു കാശ്മീരിൽ ഇനിയും ശേഷിക്കുന്ന ഭീകരരുടെ എണ്ണവും വളരെ കുറവാണ്. ഇത്ര വലിയൊരു ഭീകരാക്രമണം നടത്തി അവർ രാജ്യത്തെ നടുക്കി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മറുഭാഗം നോക്കേണ്ടത് ഈ ഭീകര പ്രവർത്തനങ്ങൾക്കിപ്പോൾ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നില്ല, സൈന്യത്തിനെതിരെയുള്ള കല്ലേറ് ഇപ്പോൾ നടക്കുന്നില്ല. നുഴഞ്ഞുകയറ്റം ഏതാണ്ട് ഒരു 5% മാത്രമാണ്. 95% അത് പൂർണ്ണമായി നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശേഷിക്കുന്ന ഭീകരരെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കമാകും ഒരുപക്ഷെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത്. തീർച്ചയായും തീവ്രവാദികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നത്. സൗദി അറേബ്യയിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി വളരെ പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് അതിൻ്റെ സൂചനയാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിൽ തന്നെ ക്യാമ്പ് ചെയ്താണ് അവിടുത്തെ ഭീകരർക്കെതിരായ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ എന്തെല്ലാം നീക്കങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നുള്ള വിവരങ്ങൾ ഗൗതം പങ്കുവെക്കുന്നു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ലോക നേതാക്കളെല്ലാം ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയെ നേരിൽ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ ആരാഞ്ഞു. ഭീകരാക്രമണത്തിന് ഒരു ന്യായീകരണവും ഇല്ല എന്നും അക്രമത്തിൻ്റെ സൂത്രധാരന്മാർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞു. ഇസ്രയേലും UAEയും സൗദിയും ഉൾപ്പെടെ ആക്രമണത്തെ അപലപിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ലോകശ്രദ്ധ അല്ലെങ്കിൽ ലോകം തന്നെ ഈ ഭാരതത്തിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തെ അപലപിക്കുകയാണ്. പ്രധാനപ്പെട്ട ലോക നേതാക്കളൊക്കെ തന്നെ, അമേരിക്ക, റഷ്യ, അതിൻ്റെ രാഷ്ട്രത്തലവന്മാരൊക്കെ തന്നെ ശക്തമായ ഭാഷയിലാണ് ഈ ഭീകരാക്രമണത്തെ എതിർത്തിട്ടുള്ളത്. ഈ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകണം എന്ന് തന്നെ അവർ ആവശ്യപ്പെടുന്നു. നമുക്കറിയാം അമേരിക്ക പോലുള്ള രാജ്യങ്ങളും വളരെയധികം ഭീഷണി നേരിടുന്ന, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഭീകരരുടെ വലിയ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ്. അവരൊക്കെ തന്നെ ഭീകരർക്കെതിരായ ശക്തമായ നടപടികളും കൈക്കൊള്ളുന്നതാണ്. അപ്പോഴാണ് ഭാരതത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നടന്ന ഈ ഭീകരാക്രമണം, അതിൽ വിദേശികൾ കൂടി കൊല്ലപ്പെടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നു, അല്ലെങ്കിൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. അങ്ങനെ തന്നെ വേണ്ടേ ലോക നേതാക്കളുടെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ? ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, ഈ ലോക നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സെലൻസ്കിയും എല്ലാവരും തന്നെ ഇത്തരത്തിൽ കൃത്യമായ നിലപാടുകൾ, ഭീകരവിരുദ്ധ നിലപാടുകൾ അറിയിക്കുകയും അതിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നുവെന്നും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ് 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര സന്ദർശനങ്ങളിലെല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആശയം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഏറ്റവും മുന്നോടിയായി ഉയർത്തിപ്പിടിച്ച ഏറ്റവും മനുഷ്യത്വഹീനമായ പ്രവർത്തിക്കെതിരായ കർശന നിലപാടുകളായിട്ടാണ് തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത്, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ആ നിലപാട് ഷോക്കേസ് ചെയ്യാൻ ശ്രമിച്ചത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു ബോധ്യപ്പെടുത്തലിന്, അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിന് ലഭിച്ച വലിയൊരു പിന്തുണയാണ് ഇപ്പോൾ ലോക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ ഭീകരാക്രമണത്തിനെതിരെ ഉണ്ടാകുന്ന പ്രതികരണമെന്ന് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 10 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ NDA സർക്കാരും തുടരുന്ന ഭീകരവിരുദ്ധ നിലപാടുകൾക്കെതിരെ കൃത്യമായ ഒരു അംഗീകാരം ലോകം നൽകുന്നു എന്നതിന് തെളിവ് കൂടിയാണ് ഈ പിന്തുണ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ഭാരതത്തോടൊപ്പമാണെന്നും ഇവർക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഈ ഭീകരർക്കെതിരെ കൈക്കൊള്ളണമെന്ന കർശന നിലപാട് അറിയിക്കുകയും ചെയ്യുകയും അതിനുള്ള പിന്തുണ, ഏത് തരത്തിലുള്ള പിന്തുണയാണെങ്കിലും അത് നൽകുകയുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് തിരിച്ചയക്കുന്നതും
ആ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനപരമായി ട്രംപ് മുന്നോട്ട് വെച്ച ആശയം ഭീകരവിരുദ്ധ ആശയം തന്നെയാണ്. അത്തരത്തിൽ ഭീകരവിരുദ്ധമായ ഒരു ആശയം, ഭീകരതയുടെ ദുരന്ത ഫലങ്ങൾ വൻതോതിൽ അനുഭവിച്ച രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ് അമേരിക്കയും അതുപോലെ തന്നെ ഭാരതവും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ ഒരു അടിസ്ഥാന, അല്ലെങ്കിൽ ഈ നിലപാടുകളുടെ അടിസ്ഥാന തത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അപലപനവും അതുപോലെ തന്നെ ഭാരതത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടും ഉണ്ടാവുകയും ചെയ്തു. കേവലം അവർ സ്വന്തം നാട്ടിലെ ആരെങ്കിലും അതിൽ പെട്ടു എന്നതിനപ്പുറം ലോകത്തെ തന്നെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു വിഷയം എന്ന നിലയിലാണ് ലോക നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത്. സ്വാഭാവികമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇക്കാര്യത്തിൽ ഭാരതത്തോട് ഏറ്റവും അനുഭാവപൂർണമായ, അല്ലെങ്കിൽ ഏറ്റവും പിന്തുണ നൽകുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അറിയിച്ചത്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹവും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യമെടുത്താലും ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയ തീവ്രവാദ ശക്തികളുടെ ഉപദ്രവം തുടർച്ചയായി സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഭാരതത്തോടൊപ്പം തന്നെ ആ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ചെറിയ രാജ്യം കൂടിയാണ്. സ്വാഭാവികമായും അതിന്റെ ദുരന്ത ഫലങ്ങൾ അറിയുന്ന, വേദന തിരിച്ചറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഭാരതത്തിന് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ കർശന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹവും ഈ സംഭവത്തിൽ ഭാരതത്തോടൊപ്പം എന്ന നിലപാട് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം പ്രധാനമന്ത്രിക്ക് കൈമാറി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നായാലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഉറച്ച പിന്തുണ തന്നെയാണ് ഭാരതത്തിന് ഈ ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് അനുകൂലമായി ലഭിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു വസ്തുത, പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് തുടർച്ചയായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതം പറയുന്ന ആ പ്രശ്നത്തെ വീണ്ടും തെളിവോടുകൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായ ഒരു ക്യാബിനറ്റ് യോഗം ചേരുന്നു. അമിത്ഷാ കാശ്മീരിൽ എത്തിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ ലഭ്യമാക്കുന്ന ഒരു സൂചനയുണ്ട്. പാകിസ്ഥാന്റെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന നിലപാടുകൾ അത് പല രീതിയിലുണ്ട്. പല രീതിയിലുള്ള ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന ധാർമ്മികമായ, അല്ലെങ്കിൽ ഒരു ഭീകരർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഭീകരതയിലേക്ക് ആൾക്കാരെ ചേർക്കുന്നതിനുള്ള നീക്കം നടത്തുക, അത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമായി കാശ്മീരിലെ യുവാക്കളെ ഭീകരതയിലേക്ക് ആകർഷിക്കുക, അവരെ പല രീതിയിൽ ആകർഷിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം പാകിസ്ഥാൻ നടത്തുന്നത് മുതൽ ആയുധങ്ങൾ ലഭ്യമാക്കുകയും നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു സ്വഭാവം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ പാകിസ്ഥാന്റെ ഈ ഇടപെടൽ, ഈ വിഷയത്തിൽ പെഹൽഗാമിന്റെ കാര്യത്തിലായാലും പാകിസ്ഥാന്റെ ഇടപെടൽ ഏതാണ്ട് വ്യക്തമായി തന്നെ നമുക്ക് തെളിയിക്കാനും സാധിക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിന് പിന്നിൽ പാകിസ്ഥാനാണ് എങ്കിൽ കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പോലും കൃത്യമായും അന്വേഷണത്തിന്റെയും അതുപോലെ തന്നെ ആക്രമണത്തിന്റെയും സൂചന പാകിസ്ഥാനിലേക്ക് നീളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. NIA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ കടുത്ത നിലപാടുകൾ ഉണ്ടാകുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി അതിന് ലഭിക്കുമെന്നതിന് തെളിവ് കൂടിയാണ് ഈ ലോക നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം, പ്രത്യേകിച്ച് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം. ഭീകരവിരുദ്ധ സഖ്യം G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലെല്ലാം തന്നെ G20 രാഷ്ട്രങ്ങളുടെ നിരവധി തലവന്മാർ ഇത്തരത്തിൽ അനുശോചനവും അറിയിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം നിൽക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം, തൊട്ടു മുമ്പത്തെ വർഷം നടന്ന G20 സമ്മേളനത്തിലെല്ലാം തന്നെ ഭാരതം മുന്നോട്ട് വെച്ച പ്രധാന സഖ്യങ്ങളിൽ ഒന്നാണ് അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ സഖ്യം. ആ ഭീകരവിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമായി ലോകം മുന്നോട്ട് പോകുന്നു എന്നതിനെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് അന്താരാഷ്ട്ര നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ലോകരാഷ്ട്രങ്ങൾ പലതും, അതായത് ലോകത്തിന്റെ ഗ്ലോബൽ സൗത്ത് ആയാലും അല്ലാത്ത പടിഞ്ഞാറൻ രാജ്യങ്ങളായാലും എല്ലാം തന്നെ വളരെ കൃത്യമായ ഭീകരവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളും അതുപോലെ ഭാരതവും തമ്മിൽ നിരവധിയായ കരാറുകൾ, നയതന്ത്ര തരത്തിലുള്ള കരാറുകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ഈ ആർജവത്തോടെയുള്ള പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഇക്കാര്യത്തിൽ ഭാരതം എടുക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കും. ഭാരതം ഭീകരർക്കെതിരായി നടത്തുന്ന ശക്തമായ നടപടികൾക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ കൂടിയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നത്. അക്രമം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണം, അവർ കൃത്യമായി തിരിച്ചടി നൽകണം എന്നുള്ള തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റും ഒക്കെ തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീരുക്കൾ നടത്തിയ ഭീകരത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മലയാളിയായ രാമചന്ദ്രനും ഈ ദാരുണമായ ഈ കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ കാര്യം. രാമചന്ദ്രനൊപ്പം ഭാര്യ ഷീല രാമചന്ദ്രൻ, മകൾ അമ്മുവിൻ്റെ 2 ഇരട്ടക്കുട്ടികൾ, 5 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികൾ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ജനത്തിൽ നാരായണ മേനോൻ്റെ മകനാണ് രാമചന്ദ്രൻ.
കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയായിരുന്നു കാശ്മീരിലേക്കുള്ള യാത്ര. മരണവിവരം നാട്ടിൽ അറിയിച്ചത് ചെറുമകളാണ്. അത് ഇദ്ദേഹം ദീർഘകാലം അബുദാബിയിൽ ജോലിയിലായിരുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കേരളത്തിൽ ജോലി ചെയ്ത ഒരു നാവികസേന ഉദ്യോഗസ്ഥനുമുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേന ഉദ്യോഗസ്ഥൻ 26-കാരനായ ലഫ്റ്റനന്റ് വിനയ് നർവാളാണ് കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 16-നായിരുന്നു വിനയിൻ്റെ വിവാഹം. അതിനുശേഷം അവർ ജമ്മു കാശ്മീരിലേക്ക് യാത്രയായതാണ്. അവിടെ വെച്ചാണ് അദ്ദേഹത്തെയും ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ വിദ്വേഷ പ്രചാരണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് മാഹി മണ്ഡലം പ്രസിഡന്റ് രജിലേഷാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയത്. ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുത്തതാണ് പഹൽഗാം സംഭവമെന്നായിരുന്നു പോസ്റ്റ്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുമോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. രജിലേഷ് എന്ന് പറയുന്ന മാഹിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുകയാണ്. നമ്മുടെ മലയാളി അടക്കമുള്ള 27 ആളുകളെയാണ് ഭീകരർ തോക്കു ചൂണ്ടി മതം ചോദിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ നിരവധി ഭാരതീയരുടെ ജീവൻ നഷ്ടപ്പെട്ടു, വിദേശികൾ ഉൾപ്പെടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നാടൊന്നാകെ വേദനയിൽ നിൽക്കുന്ന സമയത്താണ് അതിലും വിദ്വേഷ പ്രചാരണവുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാഹി പ്രസിഡന്റ് രജിലേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരമൊരു വിദ്വേഷ പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയത്. ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുത്തതാണ് പഹൽഗാം സംഭവമെന്നാണ് രജിലേഷ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. വിനോദ് പറഞ്ഞ പോലെ തന്നെ സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായി ഉയരുന്നത്. ഈ രജിലേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ദൈവപ്രീതിക്കായി മൃഗം ബലി കൊടുക്കുന്നത് നമുക്കറിയാം, ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുക്കുന്ന സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രജിലേഷ് ഇട്ടിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ രജിലേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വിനോദ് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും, മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളാണോ രജിലേഷ് ഉപയോഗിച്ചെന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഈ അവസരം പോലും, അതായത് ഒരു നാടൊന്നാകെ വേദനിക്കുന്ന ഈ സമയത്ത് പോലും വിദ്വേഷ പ്രചരണം നടത്തുക എന്നൊരു നിലപാട്, അത് എന്തുതരം രാഷ്ട്രീയമാണ് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട രജിലേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും ഈ രജിലീഷ് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നു? ഇനി അഥവാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലായിരുന്നുവെങ്കിൽ എന്തെല്ലാം അപവാദ പ്രചരണങ്ങളായിരുന്നു ഇത്തരത്തിൽ അഴിച്ചുവിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണത്തെ അത് ജാതിയും മതവും ഒന്നും നോക്കാതെ ശക്തമായി അപലപിച്ച് രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിലെ ചില പ്രാദേശിക നേതാക്കൾ ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്. മാഹിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ വിദ്വേഷജനകമായ ഫേസ്ബുക്ക് പരാമർശങ്ങളാണ് മിഥുൻ പിള്ള വാർത്തയായി പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ മകൻ ഇന്ന് കാശ്മീരിലെത്തും. മക്കളുടെയും ചെറുമക്കളുടെയും മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് നേരെ ഭീകരർ വെടിയുതിർത്തത്. തിങ്കളാഴ്ചയായിരുന്നു കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കുടുംബസമേതം രാമചന്ദ്രൻ കാശ്മീരിലേക്ക് പുറപ്പെട്ടത്. വിവരങ്ങളുമായി സുധീഷ് ചേരുന്നു. സുധീഷ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തിങ്കളാഴ്ചയാണ് ഈ പറഞ്ഞ പോലെ ഭാര്യയ്ക്കും മകൾക്കും മകളുടെ 2 കുട്ടികൾക്കുമൊപ്പം രാമേന്ദ്രൻ കാശ്മീരിലേക്ക് പോയത്. ഹൈദരാബാദ് വഴി വിമാനം മാർഗമാണ് കാശ്മീരിലെത്തിയത്. അവിടെ കുതിര സവാരിക്കായി ഇറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. തോക്ക് ചൂണ്ടിക്കൊണ്ട് പേര് ചോദിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിം പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അതിന് തയ്യാറാകാഞ്ഞതോടെ വെടിയുതിർക്കുകയായിരുന്നു എന്നതാണ് മകളിൽ നിന്നും ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. മകൾക്ക് നേരെയും തോക്ക് ചൂണ്ടിയിരുന്നു. എന്നാൽ അത്ഭുതകരമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മൃതദേഹം ശ്രീനഗറിലെത്തിക്കുമെന്നും അവിടേക്ക് ചെല്ലണമെന്നുമാണ് മകനടക്കം നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഭാര്യയും മകളും 2 കുട്ടികളും കാശ്മീരിൽ ഈ ആക്രമണം നടന്ന സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അവർ സുരക്ഷിതരാണ് എന്ന് ഇന്നലെ വൈകിട്ടോടെ തന്നെ വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. അവിടെ സമീപത്തെ ഒരു ഹോട്ടലിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷമാണ് കൂടുതൽ സൈനികരും പോലീസും എല്ലാം എത്തി അവിടെ ഒരു സുരക്ഷിതമാക്കിയത് എന്നതാണ് മകൾ ഫോണിൽ ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. ഇവിടെ വളരെ സജീവമായി പൊതുപ്രവർത്തനമൊക്കെ നടത്തി വന്നിരുന്ന ആളാണ് രാമേന്ദ്രൻ. വിദേശത്ത് ജോലി ചെയ്തിരുന്നു. വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ ശേഷവും വളരെ സജീവമായി NSSൻ്റെ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ദേവംകുളങ്ങര ക്ഷേത്ര കാര്യങ്ങളിലും എല്ലാം ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നു. ആദ്യകാല സ്വയം സേവകൻ എന്ന നിലയിൽ ചെറുപ്പകാലം മുതൽ സജീവമായി രംഗത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. 1992 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഈ ഡിവിഷനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും ചെയ്തിരുന്നു BJPയിൽ നിന്നും. ആ രീതിയിലെല്ലാം സജീവ പ്രവർത്തനമായി രംഗത്തുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. ഇപ്പോഴും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും മറ്റും പ്രവർത്തിച്ചു പോരുന്ന ഒരു ആൾ കൂടിയാണ്. സമീപവാസികളുമായി എല്ലാം വലിയ സഹകരണം. അതിലുപരി ഏതൊരു കാര്യത്തിനും ആര് വിളിച്ചാലും അപ്പോൾ ഓടിയെത്തുന്ന ആ ഒരു പ്രകൃതക്കാരൻ കൂടിയായിരുന്നു രാമേന്ദ്രൻ എന്നതാണ് ഈ സമീപവാസികളെല്ലാം ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴായാലും അദ്ദേഹത്തെ ഓർത്തെടുത്തത്. ആ രീതിയിൽ വളരെ ഈ പ്രദേശവാസികൾക്കെല്ലാം ഒരു ഞെട്ടലുണ്ടാക്കുന്നതാണ് ഈ ഒരു വാർത്ത വന്നത്. തിങ്കളാഴ്ച ഈ അയൽവാസികളോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാശ്മീരിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് പോയത്. ഈ അവധിക്കാലം ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പോയതാണെങ്കിൽ പോലും അതൊരു വലിയ ദുരന്തമായി മാറുകയായിരുന്നു. 2 ചെറുമക്കളുണ്ട്. അവർക്കും സ്കൂൾ അവധിയായതും കൊണ്ടും മറ്റും മകളും നാട്ടിലുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിലാണ് പോയത്. മകൻ വിഷുവിന് വന്നിട്ട് ബാംഗ്ലൂരിലെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയതായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് മകൻ ശ്രീനഗറിലേക്ക് എത്തുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയോടെ കൂടി തന്നെ ശ്രീനഗറിൽ എത്തിച്ചേരും. ഇതിൻ്റെ അവിടെ നിന്ന് മൃതദേഹം വിട്ടുകിട്ടുന്നതിനുള്ള തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിന്നും അറിയാൻ സാധിക്കുമെന്നതാണ് ബന്ധുക്കളും മറ്റും പറയുന്നത്. എപ്പോഴത്തേക്ക് മൃതദേഹം വിട്ടുകിട്ടും എന്നതിലടക്കം അവിടെ നിന്നും അറിയിപ്പ് ലഭിക്കണം എന്നതാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ തൃപ്പൂണിത്തറയിൽ താമസിക്കുന്ന അമ്മയുടെ സഹോദരിയെ വിളിച്ചാണ് മകൾ ഈ കാര്യം ആദ്യം അറിയിക്കുന്നത്. അതിനുശേഷം മറ്റു ബന്ധുക്കളിലേക്കും വിവരമെത്തുകയായിരുന്നു. ഓരോ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ വലിയ ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. അതിലുപരി വലിയ ഒരു നൊമ്പരമായി മാറി എന്നതാണ്. ആഘോഷത്തിനായി പോയപ്പോൾ സമീപവാസി തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ കൂടി അദ്ദേഹം പറഞ്ഞതും ഈ ഒരു യാത്ര അത് ഇത്രയും ഇതായിട്ട് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് കലാശിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. അദ്ദേഹവും ഹൈദരാബാദിലോ മറ്റോ പോയിട്ട് വന്ന് ഞായറാഴ്ചയാണ് കണ്ട് സംസാരിച്ചിരുന്നു. എപ്പോൾ കണ്ടാലും വളരെ സൗഹൃദമായി സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ആണ് ഇവിടെ നിന്നും യാത്ര തിരിച്ചത് എന്നതാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതും. ഭാര്യയ്ക്കും മകൾക്കും ചെറുമക്കൾക്കും ഒപ്പമാണ് അവിടേക്ക് പോയത്. ഹൈദരാബാദ് വഴിയായിരുന്നു യാത്ര. വിമാനമാർഗമാണ് കാശ്മീരിൽ എത്തിച്ചേർന്നതും. അവിടെ വെച്ച് വളരെ പെട്ടെന്നായിരുന്നു ഇത്തരമൊരു ആക്രമണം ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അവിടെ ഇവർ പുറത്തിറങ്ങി കുതിരസവാരിക്കായി തയ്യാറെടുക്കുമ്പോഴായിരുന്നു ഭീകരർ ചാടി വന്നത്. ആദ്യം അച്ഛൻ രാമേന്ദ്രൻ്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം പോലത്തെ ഒരു നടപടി ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് പേര് ചോദിച്ചു ആദ്യം. അതിനുശേഷമാണ് മുസ്ലിം പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ താൻ മുസ്ലിം അല്ല, എന്തിനു ചൊല്ലണം എന്ന രീതിയിൽ പ്രതികരിക്കുകയും തൊട്ടടുത്ത നിമിഷം തന്നെ വെടിയുതിർക്കുകയും ആയിരുന്നു. അതിനുശേഷം മകളുടെ നേർക്കും തോക്ക് ചൂണ്ടിയെങ്കിലും അവിടെ നിന്നും അത്ഭുതകരമായാണ് ഓടി സമീപത്തെ ഹോട്ടലിലേക്ക് എത്തിയതെന്നടക്കമുള്ള
കാര്യങ്ങളാണ് ഇന്നലെ ബന്ധുക്കളോട് മകൾ ഫോണിൽ വിളിച്ച് പങ്കുവെച്ചത്. പലരെയും മകനും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. മകൾ എന്തവസ്ഥയിലാണ്, ആ സമയത്ത് ഫോൺ ചെയ്യാൻ പറ്റുമോ എന്നതടക്കമുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം പ്രശ്നങ്ങളില്ല. ഇപ്പോൾ സുരക്ഷിതരാണെന്ന് അറിയിച്ചതിന് ശേഷമാണ് ബന്ധുക്കളും മറ്റും മകളെ വിളിക്കുന്നത്. മറ്റൊരു സാഹചര്യമാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചിരിക്കുകയോ മറ്റോ ആണെങ്കിൽ ഫോൺ വിളിച്ച് പ്രശ്നമുണ്ടാകണ്ട എന്ന് ചിന്തിച്ചതായും പറഞ്ഞിരുന്നു. ഇനി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ബന്ധുക്കൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് ജില്ലാ ഭരണകൂടം അടക്കം അവിടെ നിന്നും കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നതും. വിനോദ്, തീർച്ചയായും കുടുംബസമേതം യാത്രയായ രാമചന്ദ്രനെയാണ് ഭീകരവാദികൾ പേര് ചോദിച്ച് മതമേതെന്ന് ഉറപ്പാക്കി കൃത്യമായി അവരുടെ ലക്ഷ്യം അവർ സാധിച്ചെടുത്തത്. രാമചന്ദ്രനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇതിന് ദൃക്സാക്ഷിയായിരുന്നു മകളും ചെറുമക്കളും. അവർ അത്ഭുതകരമായിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മൾ നേരത്തെ കേട്ടതാണ് കർണാടക സ്വദേശിയായിട്ടുള്ള മഞ്ജുനാഥിനെ കൊലപ്പെടുത്തുമ്പോൾ ഭാര്യ പല്ലവി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മഞ്ജുനാഥിനെ പേര് ചോദിച്ച് ഹിന്ദുവാണ് എന്ന് ഉറപ്പാക്കി വെടി ഉതിർക്കുമ്പോൾ തൊട്ട് സമീപത്ത് നിന്ന പല്ലവി പറയുന്നുണ്ടായിരുന്നു, എന്നെ കൂടി വെടിവെച്ച് കൊല്ലണം. പക്ഷെ ഭീകരർ പറഞ്ഞു, നിന്നെ ഇപ്പോൾ കൊല്ലുന്നില്ല, കാരണം മഞ്ജുനാഥിനെ കൊലപ്പെടുത്തിയ വിവരം നരേന്ദ്രമോദിയോട് പറയാൻ നീ ജീവിച്ചിരിക്കണം, അതുകൊണ്ട് നിന്നെ കൊല്ലുന്നില്ല എന്നുള്ള ഭീകരമായ മറുപടിയാണ് അവർ നൽകിയത്. എന്തായാലും ഇതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ തന്നെ, ഇന്ന് പുലർച്ചെ തന്നെ ഡൽഹിയിൽ മടങ്ങിയെത്തി. അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. തുടർ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജമ്മു കാശ്മീരിൽ തന്നെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്, കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എന്തായാലും മന്ത്രിസഭാ യോഗം രാവിലെ തന്നെ ചേരും. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മരിച്ച എൻ രാമചന്ദ്രൻ്റെ മക്കളുമായി ആശയവിനിമയം നടത്തിയ അടുത്ത ബന്ധുവും പൊതുപ്രവർത്തകനുമായ ഇന്ദുചൂടൻ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ജനൻ ടി വിയുമായി പങ്കുവച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കാണാം. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട രാമചന്ദ്രൻ്റെ അടുത്ത ബന്ധുവും പൊതുപ്രവർത്തകനുമെല്ലാമായ ഇന്ദുചൂടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ച വിവരങ്ങളും ഇനിയും തുടർന്ന് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്ന കാര്യങ്ങളുമെല്ലാം തന്നെ ഇന്ന് ചോദിക്കാം. എപ്പോഴാണ് ഈ മരണവിവരം അറിഞ്ഞത്? ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയോടെ അറിഞ്ഞത്. അപ്പോൾ തികച്ചും ഞെട്ടലുണ്ടാക്കിയ കാര്യമായിരുന്നു. കാരണം പോകുമ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയത്. ഭാര്യയും മകളും മകളുടെ കുട്ടികളും ഉണ്ടായിരുന്നു കൂടെ. ഇപ്പോൾ ഭാര്യ നടക്കാനായിട്ട് പോയില്ല, വണ്ടിയിലിരിക്കുകയായിരുന്നു കേട്ടത്. അപ്പോൾ അതിനുശേഷം മകളുമായോ മകനുമായോ വല്ലതും മകളോട് സംസാരിച്ചു. അപ്പോൾ ഇനി അമ്മയെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഈ കാര്യം അറിയിച്ചില്ല, കാരണം അമ്മയ്ക്ക് ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അറിയിച്ചില്ല മകളോട്. മകൾ പറഞ്ഞു, ആരും അറിയിക്കണ്ട, അമ്മ വീട്ടിലെത്തിയിട്ട് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവരാനുള്ള ഇതിലാണ് അവർ. അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ, അധികം വൈകാണ്ട് തന്നെ പെട്ടെന്ന് പോലീസ് പട്ടാളമൊക്കെ അവിടെ എത്തി, ഹെലികോപ്റ്ററിലൊക്കെ വന്നു എന്ന് മോള് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവർക്ക് ഒരു സമാധാനമായത്. ആദ്യം ഫുൾ ഇവാക്യുവേറ്റ് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് സർവൈലൻസ് തുടങ്ങിയിട്ടുണ്ട്. കാശ്മീരിനെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ ഭീകരവാദം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരടുത്ത ബന്ധു, നാട്ടിലൊരാൾ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ഭീകരവാദത്തിൻ്റെ ഇരയാവുന്നത്. ഭീകരവാദം എപ്പോഴും വടക്കേ ഇന്ത്യയിലുള്ളൊരു പ്രശ്നമായിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തി എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ആ രീതിയിൽ ഞെട്ടിപ്പിക്കലായിരിക്കും അവരുടെ ഉദ്ദേശം. ശാന്തമായിട്ടുള്ളൊരു, ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോയിട്ടുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു. തീർത്ഥാടകരല്ല, ടൂറിസ്റ്റുകൾ പോയിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ് ഇപ്പോഴത്തെ നാഷണൽ പാർക്ക് പഹൽഗാം. അപ്പോൾ അതുകൊണ്ട് വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. അക്രമത്തിൻ്റെ ഒരു രീതിയെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു? എങ്ങനെയായിരുന്നു? വളരെ പെട്ടെന്ന് പൈൻ കാട്ടിൽ നിന്ന് ഒരു പുൽത്തകടിയായിരുന്നു. അപ്പോൾ പൈൻ കാട്ടിൽ നിന്ന് പെട്ടെന്ന് അവർ ചാടി വന്നിട്ട് തോക്ക് ചൂണ്ടി ഇതായിരുന്നു. മതം നോക്കി തന്നെ ചെയ്താണെന്നുള്ളതാണ്. ആ രീതിയിൽ പല രീതിയിൽ പിന്നെ അവരുടെ ഉദ്ദേശം ഇങ്ങനെ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കും ഭീകരവാദികളുടെ ഉദ്ദേശം. പക്ഷെ നമ്മൾ സംയമനം പാലിച്ചുകൊണ്ട് എല്ലാവരും എങ്ങനെയും, കാരണം ഗവൺമെൻറ്റിൽ നമുക്ക് വിശ്വാസമുണ്ട്, പരമാവധി സർക്കാർ അത് നിയന്ത്രിക്കുന്നുള്ളതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഈ മകളും ചെറുമക്കളും തന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അത് വളരെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ആ 2 പിള്ളേരെടുത്തിട്ട് അവൾ ഓടി എന്ന് പറഞ്ഞ മകള് മകളുടെ തലയ്ക്കും തോക്ക് ചൂണ്ടി എന്നാണ്
പറഞ്ഞു കേട്ടു. അത് അവൾ പറഞ്ഞില്ല. അപ്പോൾ തോക്കെടുത്തപ്പോൾ ഞാൻ ആ പിള്ളേരെ കൊണ്ട് ഞാൻ ഓടി എന്ന് പറഞ്ഞു. ചിലപ്പോൾ അവർ പല സ്ഥലത്തേക്ക് ഓടിയെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറകെ പോയില്ലായിരിക്കും. അങ്ങനെ അതുപോലെ വെടി വെച്ചെല്ലാം തലയ്ക്ക് വെടി വെച്ചു എന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ വെടി ഞാൻ കണ്ടു വലിച്ചാന്ന് എന്നോട് പറഞ്ഞവൾ. ഇതിൻ്റെ തുടർന്ന് അതോടെ മൃതദേഹം എന്നത്തേക്ക് എത്തിക്കാൻ കഴിയും, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇല്ല, അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട് നമ്മൾ അതിനോട്. എന്തുതന്നെയും ഇത്തരം ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം വളരെ ഗൗരവതരമായി തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന അടക്കമുള്ള കാര്യം. ഇദ്ദേഹവും മകളുമായൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ വളരെ അത്ഭുതകരമായാണ് മകൾ രക്ഷപ്പെട്ടതെന്നുള്ള ഒരു പ്രതികരണമാണ് കിട്ടിയത്. വളരെ ഞെട്ടലുളവാക്കുന്നതാണ്. ഏറെ സന്തോഷകരമായി ഈ അവധിക്കാലം ആഘോഷിക്കാനായി ആസ്വദിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ വെച്ചാണ് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവരൊക്കെ കേന്ദ്ര സർക്കാരുമായും എല്ലാം ആലോചിച്ചും അവരുമായി ബന്ധപ്പെട്ടു അവിടെ നിന്നുള്ള നടപടിക്രമങ്ങൾക്കനുസരിച്ച് അറിയിക്കാമെന്നതാണ് അദ്ദേഹം പറയുന്നതും. എന്തുതന്നെയായാലും ഈ നാടിനാകെ തന്നെ വലിയ ഒരു ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ വളരെ സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാൾ വളരെ സന്തോഷത്തോടെ ഇന്നലെ അയൽവാസികളോടെയും ഇവിടെ ഉള്ള നാട്ടുകാരോടെയൊക്കെ യാത്ര പറഞ്ഞു പോയതാണ്. അത് ഇങ്ങനെ സംഭവിക്കുമെന്ന ഒരു ഊഹവും ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏവരിലും ഒരു ഞെട്ടൽ ഉളവാക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ഏവരിലും ഞെട്ടലുളവാക്കുന്ന വാർത്ത തന്നെയാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ മരിച്ചത് 27ഓളം പേരാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണം തന്നെയാണ് ഈ മണിക്കൂറിലെയും പ്രധാനപ്പെട്ട വാർത്തകൾ. നോക്കാം തലക്കെട്ടുകൾ. സൈനിക വലയത്തിൽ പഹൽഗാം, ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. വിദേശികളടക്കം 28 പേർ കൊല്ലപ്പെട്ടെന്ന് വിവരം. കൊല്ലപ്പെട്ടവരിൽ നാവികസേന ഉദ്യോഗസ്ഥനും. പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിൽ. ശ്രീനഗറിൽ തുടർന്ന് അമിത്ഷാ. വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം. അപലപിച്ച് ലോക നേതാക്കൾ. കനത്ത സുരക്ഷാ നടുവിൽ ഭാരതം. ഡൽഹി, മുംബൈ, ജയ്പൂർ, അമൃത്സർ നഗരങ്ങളിൽ അതീവ ജാഗ്രത. തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സൈനിക വിന്യാസം. നടുക്കം വിട്ടുമാറാതെ കേരളവും. കൊച്ചി സ്വദേശി രാമചന്ദ്രനെ കൊന്നത് മകളുടെ മുന്നിൽ വെച്ച്. മകൻ കാശ്മീരിലേക്ക്. വെടിവെച്ചത് മതം ചോദിച്ച ശേഷമെന്ന് ബന്ധു. വളരെ പെട്ടെന്ന് പൈൻ കാട്ടിൽ നിന്ന് ഒരു പുൽത്തകടിയായിരുന്നു. അപ്പോൾ പൈൻ കാട്ടിൽ നിന്ന് പെട്ടെന്ന് അവർ ചാടി വന്നിട്ട് തോക്ക് ചൂണ്ടി ഇതായിരുന്നു. മതം നോക്കി തന്നെ ചെയ്താണെന്നുള്ളതാണ് ആ രീതിയിൽ. ഭീകരാക്രമണത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വിദ്വേഷ പ്രചാരണം. ഭരണം നിലനിർത്താൻ മനുഷ്യരെ ബലി കൊടുത്തതെന്ന് മാഹി മണ്ഡലം പ്രസിഡന്റ്. രജിലേഷിനെതിരെ പ്രതിഷേധം ശക്തം. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം തലസ്ഥാനത്ത് ഇന്നു മുതൽ. പൊതുസമ്മേളനം ബംഗാൾ ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 27 വരെ സമ്മേളനം. ജമാഅത്തെ ഇസ്ലാമി ബന്ധം വിച്ഛേദിക്കാതെ മുസ്ലിം ലീഗ്. വഖഫ് നിയമ ഭേദഗതിയുടെ പ്രതിഷേധത്തിൽ വേദി പങ്കിട്ട നേതാക്കൾ. ഇന്ന് എറണാകുളത്ത് ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥി. വ്യാജ പ്രചാരണങ്ങൾ തുറന്നുകാട്ടാൻ BJP ജനജാഗരണ യജ്ഞം. ഭീരുക്കളുടെ ഭീകരത. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നു. സൗദി സന്ദർശനം റദ്ദാക്കി തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ഈ യോഗം. വിദേശകാര്യമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരുമായി വിമാനത്താവളത്തിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. നാവികസേന IB ഉദ്യോഗസ്ഥരും വിദേശികളും ഉൾപ്പെടെ 28 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അനൗദ്യോഗിക വിവരം. ഭീകരർക്കായുള്ള തെരച്ചിൽ പഹൽഗാമിൽ പുരോഗമിക്കുകയാണ്. അതേസമയം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ബന്ദ് ജമ്മു കാശ്മീർ മേഖലയിൽ
രാവിലെ തുടങ്ങി. ഇതിനിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പൂഞ്ചിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പ്രധാനമന്ത്രി രാവിലെ 7 മണിക്ക് മുമ്പായി തന്നെ ഡൽഹിയിൽ മടങ്ങിയെത്തി. അദ്ദേഹം വിമാനത്താവളത്തിൽ തന്നെ അടിയന്തരമായി യോഗം ചേർന്നു. വിദേശകാര്യ മന്ത്രി, സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. അമിത്ഷായുമായും കാര്യങ്ങൾ വിശകലനം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ ഈ യോഗത്തിൽ കൈക്കൊണ്ടു കാണും എന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ. അതേപോലെ തന്നെ ജമ്മു കാശ്മീരിൽ പൊതുജനങ്ങൾ ഹർത്താൽ ആചരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ ആചരിക്കുന്നു. ഇന്നലെ തന്നെ സ്ഥലവാസികൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധം, ആദരാഞ്ജലികൾ ഒക്കെ അർപ്പിച്ചതാണ്. പ്രധാനമന്ത്രിയുടെ അടിയന്തര യോഗം അവസാനിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദ്, രാവിലെ 6:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് ഡൽഹിയിലെത്തി. ഇന്നലെയാണ് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് രാവിലെ പോയത്. ഉച്ചയോടുകൂടി അവിടെ എത്തിയിരുന്നു. എന്നാൽ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി അദ്ദേഹം തിരിച്ച് ഇന്നലെ രാത്രി തന്നെ ഭാരതത്തിലേക്ക് യാത്ര തുടങ്ങി. രാവിലെ 6:45 ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ അടിയന്തര യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചത്. ഈ യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, അതോടൊപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നീ 3 പ്രമുഖർ ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി സാഹചര്യങ്ങൾ മൂവരോടും ചോദിച്ച് അറിഞ്ഞു. ഒപ്പം ഇതിന് കൗണ്ടർ അറ്റാക്ക് എങ്ങനെയാണ് ഇതിന് തിരിച്ചടി നൽകേണ്ടത് തുടങ്ങിയ വിഷയങ്ങളും ഈ നിർണായകമായ അടിയന്തര യോഗത്തിൽ സംസാരിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി അജിത് ഡോവലുമായും അതുപോലെ വിക്രം മിശ്രിയുമായും ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി. തുടർന്ന് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ടെലിഫോണിൽ സംസാരിച്ച് ജമ്മു കാശ്മീരിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ചും ഒരു ചർച്ച ഇരുവരും തമ്മിൽ നടന്നുവെന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഡൽഹിയിലും ശ്രീനഗറിലും തിരക്കിട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ യോഗവും ഇന്നലെയും ഡൽഹിയിൽ ചേരാൻ പോകുന്നു. ഈ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ഈ നിർണായകമായ ഘട്ടത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളാകും ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുക. ശ്രീനഗറിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം ഇന്ന് പഹൽഗാമിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തി ഇന്നലെ ഭീകരാക്രമണം നടന്ന സ്ഥലം നേരിട്ട് അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മു കാശ്മീരിലേക്ക് പോകും എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. തീർച്ചയായും പ്രധാനമന്ത്രി അടിയന്തര യോഗം ചേർന്നു. ഇനി പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടി ചേർന്ന ശേഷമാണ് എന്തെല്ലാം നടപടികൾ, ഭീകരർക്കെതിരെ ഏത് തരത്തിലുള്ള തിരിച്ചടികൾ വേണം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗൗതം പങ്കുവെക്കുന്നത്. ഗൗതം, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിലേക്ക് എത്തിച്ചിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും. 2 വിദേശികളുമുണ്ട്. അപ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം അതാത് സംസ്ഥാനങ്ങളിലേക്ക്, അവരുടെ സ്വദേശങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള നടപടികൾ, അത് ഇന്ന് തന്നെ ആ നടപടികൾ പൂർത്തിയാക്കുമെന്ന് പറയാൻ കഴിയുമോ ഗൗതം? വിനോദ്, ഇന്ന് തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ ശ്രീനഗറിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവരുടെ ഭൗതികദേഹം ശ്രീനഗറിലേക്ക് എത്തിച്ചു. ഇനിയും ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളാണ് ശ്രീനഗറിൽ പ്രധാനമായും നടക്കേണ്ടത്. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ വെച്ച് ഈ മരണപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും. അവരുടെ ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതിനുശേഷമാകും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. പിന്നീട് ഉച്ചയോടുകൂടി ഒരുപക്ഷെ ഓരോരുത്തരുടെയും നാടുകളിലേക്ക് അവരുടെ ഭൗതികദേഹങ്ങൾ സർക്കാർ വിട്ടു നൽകും. പിന്നീട് അന്ത്യകർമ്മങ്ങൾ സ്വാഭാവികമായും ഓരോരുത്തരുടെയും ജന്മനാട്ടിലാകും നടക്കുക. എന്തായാലും ഇപ്പോൾ ഈ 28 മൃതദേഹങ്ങൾ ശ്രീനഗറിലേക്ക് എത്തിക്കുന്നു. ഇനിയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് അവിടെ നടക്കേണ്ടത്. അതിനുശേഷം ഈ ഭൗതികദേഹങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്
അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ കശ്മീർ വാലിയിലും അതോടൊപ്പം തന്നെ ശ്രീനഗറിലും ഇന്നിപ്പോൾ ബന്ദ് ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് അതോടൊപ്പം തന്നെ PDP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആഹ്വാനത്തിലാണ് ഈ ബന്ദ് നടക്കുന്നത്. 24 മണിക്കൂർ ബന്ദ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ആകെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് ഈ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ജമ്മു കാശ്മീരിൽ ബന്ദ് ആചരിക്കുന്നു. ഗൗതം, അതേപോലെ തന്നെ ഈ ഭീകരർ വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ആക്രമണം നടത്തിയത്. ഒന്നാമത് അവർ മതം ചോദിച്ച് ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പാക്കി അവരെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഈ ഭീകരർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് രാജ്യവ്യാപകമായി ഒരു വർഗീയ കലാപം രൂപപ്പെടട്ടെ അല്ലെങ്കിൽ രൂപപ്പെടാനുള്ള ഒരു വെടിമരുന്നിനാണ് അവർ അവിടെ തീ കൊളുത്താൻ ശ്രമിച്ചത്. സ്വാഭാവികമായും സമാധാനത്തിൽ കഴിയുന്ന രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സമാധാനത്തോടു കൂടി കഴിയുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കലാപം ഉണ്ടാകാനുള്ള ഒരു വെടിമരുന്നാണ് അവർ അവിടെ പൊട്ടിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു അല്ലെങ്കിൽ പേര് ചോദിച്ച് കൊലപ്പെടുത്തിയതിലൂടെ അവർ ശ്രമിച്ചത് അത്തരത്തിലുള്ള രാജ്യവ്യാപകമായി വർഗീയ കലാപം കത്തിച്ചുവിടാനുള്ള ഒരു ശ്രമം തന്നെയല്ലേ ഭീകരർ അവിടെ നടത്തിയത്, ഗൗതം? വിനോദേ, ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു സുപ്രധാനമായ കാര്യം, ഈ അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പൂഞ്ച് സെക്ടറിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിരിക്കുന്നത്. ഇന്നലെ പഹൽഗാമിൽ ഇത്തരത്തിൽ വലിയൊരു ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ഇപ്പോൾ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം കൂടി സൃഷ്ടിക്കുന്നു എന്ന വാർത്തകൾ കൂടി ഈ മണിക്കൂറിൽ എത്തുകയാണ്. സ്വാഭാവികമായും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രീകൃത ലഷ്കർ-ഇ-തോയ്ബയുടെ അനുബന്ധ സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഭീകര സംഘടനയുടെ സ്വഭാവം നേരത്തെ നമ്മൾ വിവരിച്ചതാണ്. ഇത് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള ലഷ്കർ-ഇ-തോയ്ബയുടെ അനുബന്ധ സംഘടനയാണ്. മാത്രമല്ല ഹിസ്ബുൾ മുജാഹിദീൻ പോലുള്ള നിരോധിത സംഘടനകളുടെയും ഒരു ഔട്ട്ലിഫ്റ്റായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന. ഇവരിതിൻ്റെ ഉത്തരവാദിത്തം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഏറ്റെടുത്തിരുന്നു. സ്വാഭാവികമായും പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനയാണ് ഈ ഭീകരാക്രമണം പഹൽഗാമിൽ നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉറപ്പായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം കൂടി ഉണ്ടാകുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ നയതന്ത്ര ചർച്ചകൾ പോലും നടക്കാതെ പാകിസ്ഥാനുമായുള്ള എല്ലാ തരത്തിലുമുള്ള ചർച്ചകൾ ഭാരതം നിർത്തിവെച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അടുത്ത കാലത്ത് പൂഞ്ച് ഉൾപ്പെടെയുള്ള സെക്ടറുകളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയും ഭാരതം അതിന് കനത്ത പ്രഹരം തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ നിരവധി ഈ പോസ്റ്റുകൾ ഉൾപ്പെടെ തകർന്നടിഞ്ഞ ഒരു സാഹചര്യമൊക്കെ അടുത്ത കാലത്ത് രൂപപ്പെട്ടതാണ്. അടിക്ക് തിരിച്ചടി എന്ന നിലപാട് BSF കൈക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കാത്ത പാകിസ്ഥാൻ ഇപ്പോൾ വീണ്ടും അതിർത്തിയിൽ പ്രകോപനത്തിന് ശ്രമിക്കുന്നു. പൂഞ്ച് സെക്ടറിലാണ് ഇന്നിപ്പോൾ രാവിലെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത്. അതെ, പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ആക്രമണം അവിടെ ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരർക്ക് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരരാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അപ്പോൾ ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള അക്രമം, അതും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണവും അത് ചേർത്ത് വായിക്കാവുന്നതല്ലേ? അപ്പോൾ ഇതിനെ ചെറുക്കാനുള്ള ശക്തമായ സൈനിക നടപടികളിലേക്കല്ലേ ഭാരതം ഇനി നീങ്ങുന്നത്, ഗൗതം? വിനോദ, ഈ രാജ്യത്ത് നടക്കുന്ന പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എല്ലാ കാലത്തും പാകിസ്ഥാനാണ്. ഈ യാഥാർത്ഥ്യം ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ പലതവണ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ ആ ഘട്ടത്തിൽ പോലും പാകിസ്ഥാൻ
എങ്ങനെയാണ് ഇന്ത്യയിൽ നിഴൽയുദ്ധം നടത്തിയത് എന്നതിൻ്റെ കൃത്യമായ സൂചന ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയാണ് ഇന്ത്യ ചെയ്തത്. എന്തായാലും ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ഭീകര സംഘടനയാണ് ഏതാണ്ട് 27 ഇന്ത്യൻ പൗരന്മാരെ, വിനോദസഞ്ചാരികളെ ഇന്നലെ ഇല്ലാതാക്കിയത്. സ്വാഭാവികമായും അത് വലിയ തോതിലുള്ള ഒരു പ്രശ്നം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ അതിർത്തിയിൽ വീണ്ടും ഈ പാകിസ്ഥാൻ ഷെല്ലാക്രമണവും അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ കരാർ ലംഘനവും നടത്തുന്നത്. അതിനാൽ കനത്ത പ്രത്യാക്രമണം ഒരുപക്ഷെ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായേക്കാം. കാരണം ഈ പുൽവാമയ്ക്ക് ശേഷവും സാഹചര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഏതാണ്ട് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാം. 2019 ഫെബ്രുവരി 26 ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ അതിർത്തി ഭേദിക്കുകയും ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങൾ എയർ സ്ട്രൈക്കിലൂടെ നമ്മൾ തകർക്കുകയും ഒക്കെ ചെയ്തു. ആ ഘട്ടത്തിലാണ് അഭിനന്ദൻ വർദ്ധമാൻ എന്ന ഭാരതത്തിന്റെ ഒരു വിംഗ് കമാൻഡർ ഈ പാകിസ്ഥാന്റെ പിടിയിലാകുന്നത്. എന്നാൽ ഭാരതം ഇദ്ദേഹത്തെ വിട്ടു നൽകിയില്ല എങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സന്ദേശം പാകിസ്ഥാന് നൽകുകയും ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഭാരതത്തിനൊപ്പം നിൽക്കുകയും ചെയ്തതോടെ അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ച് വാഗ അതിർത്തിയിലൂടെ ഭാരതത്തിന് കൈമാറി. അങ്ങനെ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു വലിയ സംഘർഷം അതിർത്തിയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പൊട്ടിപ്പുറപ്പെടും എന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു. എങ്ങും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് അതിർത്തി നീങ്ങുന്ന ഘട്ടമായിരുന്നു അന്ന് പുൽവാമയ്ക്കും അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളുടെയും കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുകയാണ്. ഒന്ന്, അതിർത്തിയിൽ തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിക്കൊണ്ട് ഭാരതത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലും സമാനമായ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായെങ്കിലും ഭാരതത്തിന്റെ അതിർത്തി രക്ഷാസേന ശക്തമായ മറുപടി പാകിസ്ഥാൻ നൽകി. BSFന്റെ പ്രത്യാക്രമണ നിരവധി പാക് പോസ്റ്റുകൾ തകർത്തു. ഒരുപക്ഷെ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ഈ പ്രകോപനത്തിനും വരുന്ന മണിക്കൂറുകളിൽ ശക്തമായ മറുപടി കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇന്നലെ ഭീകരാക്രമണത്തിന് ഏത് രീതിയിലുള്ള മറുപടിയാണ് നൽകാൻ എന്നതാണ് ഇപ്പോൾ ഭാരത 140 കോടി ജനങ്ങളെയും ഇപ്പോൾ 140 കോടി ജനങ്ങൾ നീങ്ങുന്നത്. സൈനിക മേഖലയിൽ ശക്തമായ വിന്യാസം നടത്തി പാകിസ്ഥാനെതിരെ വലിയ ആക്രമണം, അതേപോലെ തന്നെ ഭീകരർക്കെതിരെ വലിയ അവരെ അടിച്ചൊതുക്കാൻ തന്നെയുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഉടൻ തന്നെ കൈക്കൊള്ളുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ സുരക്ഷയിലാണ്. ഡൽഹി, മുംബൈ, ജയ്പൂർ, അമൃത്സർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. വിനോദസഞ്ചാരത്തിനുൾപ്പെടെ ജമ്മു കാശ്മീരിലേക്ക് പോയ മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നോർക്ക റൂട്ട്സിന് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. MLA മാരായ M. മുകേഷ്, KPA മജീദ്, T. സിദ്ദിഖ്, K. ആൻസിലൻ എന്നിവരാണ് ശ്രീനഗറിൽ ഉള്ളത്. ഹൈക്കോടതി ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, PG അജിത് കുമാർ, ഗിരീഷ് എന്നിവരും യാത്രയുടെ ഭാഗമായി കാശ്മീരിലുണ്ടായിരുന്നു. ഇവർ നിലവിൽ ശ്രീനഗറിലെ ഹോട്ടലിൽ സുരക്ഷിതരാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നാളെ ഇവർ നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് വിവരം. 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാവിലെ 10 മണിക്ക് നടക്കുന്ന ആചാര്യ സമ്മേളനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനം ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 27 വരെയാണ് ചരിത്ര പ്രസിദ്ധമായ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലം ചേരുന്നു. നമസ്തേ പ്രശാന്ത്. അനന്തപുരിയിൽ ഹിന്ദു മഹാസമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നു. വൈകിട്ട് ബംഗാൾ ഗവർണർ CV ആനന്ദബോസാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നലെ സ്വാമി ആനന്ദ ഭാരതി അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ടുള്ള വലിയ ഘോഷയാത്ര തന്നെ നടന്നു. സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ, സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 10 മണിക്കാണ് ആചാര്യ സംഗമം. രാവിലെ മുതൽ തന്നെ ഗണപതി ഹോമം സമ്മേളന നഗരിയിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിളംബര ജാഥ നടന്നത്. ആനന്ദവനം ഭാരതി മഹാമണ്ഡലേശ്വർ, ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജിനെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിയത്. അങ്ങനെ ഈ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനമാണ് ഇന്ന്
അത് തുടക്കം കുറിച്ചത്. രാവിലെ തന്നെ ഗണപതി ഹോമം സമ്മേളന നഗരിയിൽ ആരംഭിച്ചു. തുടർന്ന് ഇങ്ങോട്ട് 10 മണിക്ക് ആചാര്യ സംഗമം നടക്കും. ആ ആചാര്യ സംഗമത്തിൽ ജുനാഗಢ മഹാമണ്ഡലേശ്വർ, ആനന്ദവനം ഭാരതി മഹാരാജും അതോടൊപ്പം തന്നെ ഈ കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ സന്യാസി പരമ്പരകളിലെ വിവിധ സന്യാസി മഠങ്ങളിലെ സ്വാമിമാരടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷം 2 മണിക്ക് മുതൽ ആണ് വികസനം വിഴിഞ്ഞം തുറമുഖം എന്നൊരു വിഷയം നടക്കും. അതിൻ്റെ ഉദ്ഘാടനം ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ ചെയർമാനും ജനം TV MD-യുമായ ചെങ്കൽ S. രാജശേഖരൻ നായർ നിർവഹിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലൊരു ചർച്ചകളും നടക്കുകയും ചെയ്യും. അങ്ങനെ സമഗ്രമായ ഒരു ചർച്ച സ്വാഭാവികമായി നടക്കുന്ന ഹിന്ദു സമ്മേളനങ്ങൾക്ക് നിന്നും വ്യത്യസ്തമായ ആണ് ഇവിടെ ഈ അനന്തപുരി ഹിന്ദു സമ്മേളനം നടക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അത് ആധ്യാത്മികമായ രീതിയിലാണെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ആധ്യാത്മികത മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. അങ്ങനെ വികസനവും ആത്മീയതയും അടക്കമുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടൊരു സമ്മേളനമാകും ഈ അനന്തപുരിയിൽ സമ്മേളനത്തിൽ നടക്കുക. 5 ദിവസങ്ങളിലായാണ് ഇന്ന് ആരംഭിച്ച് 27-ാം തീയതി സമാപിക്കുന്ന രീതിയിൽ 5 ദിവസങ്ങളിലായാണ് ഇവിടെ നടക്കുന്നത് ഈ സമ്മേളനം നടക്കുക. അതിൽ വിവിധ വിഷയങ്ങളടക്കം ചർച്ചകളും നടക്കും. അങ്ങനെ ഒരു മറ്റ് സമ്മേളനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കും നടക്കുന്നത്. വികസനം, വിദ്യാഭ്യാസം, വനിതാ സമ്മേളനം, രാജ്യത്തിൻ്റെ സുരക്ഷ, ക്ഷേത്ര പരിപാലനം, യുവശക്തി തുടങ്ങിയ വിഷയങ്ങൾ, ആ വിഷയങ്ങളിലെല്ലാം പ്രബന്ധങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ തുടങ്ങിയവയെല്ലാം നടക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും അതിൽ എത്രത്തോളമായി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് M. ഗോപാൽ പങ്കെടുക്കുന്നത്. അങ്ങനെ M. വേലായുധൻ സാറും പങ്കെടുക്കുകയെന്ന് ചോദിച്ചു. അങ്ങനെ എന്തായാലും ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട്. എന്തായാലും 10 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ആചാര്യ സംഗമം ആണ് മുഖ്യമായി ആദ്യം തുടക്കത്തിൽ നടക്കുന്നത്. ഗണപതി ഹോമം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയായിരിക്കും മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക? 10 മണിക്ക് ആചാര്യ സംഘമാണ്. ആചാര്യ സംഘം എന്ന് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് സന്യാസി ശ്രേഷ്ഠന്മാരും അതേപോലെ തന്നെ പ്രമുഖ തന്ത്രിമാർ, അതേപോലത്തെ ആചാര്യന്മാർ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് 10 മണിക്ക് തുടങ്ങുന്നത് തന്നെ നമ്മൾ പറഞ്ഞു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ്, കാശ്മീരിൽ മരിച്ച ധീരന്മാർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ പരിപാടി ആരംഭിക്കുന്നത്. അതിൽ സന്യാസിമാരും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഉണ്ടാവും. 1 മണിവരെ നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ്. ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് സന്യാസിമാരും ആചാര്യന്മാരും പരിഹാരം കാണേണ്ടത്, എങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് പ്രചോദനം കൊടുക്കേണ്ടത് എന്നുള്ള ചർച്ചയാണ് അതിൽ നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇതേപോലെ എങ്ങനെ സമൂഹത്തിലെ യുവാക്കന്മാർക്ക് ജോലി സമ്പാദിക്കാം. കാരണം നമ്മൾ ആധ്യാത്മിക രംഗം മാത്രമല്ല, ഇങ്ങനത്തെ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവരും വിദഗ്ധരായുള്ള ആൾക്കാരാണെന്ന് പങ്കെടുക്കുന്ന ആൾക്കാർ മുഴുവൻ ഇതിൽ. അതാണൊരു വലിയൊരു പ്രത്യേകത. വൈകുന്നേരം പൊതുപരിപാടിയാണ്. അതിൽ ബംഗാൾ ഗവർണർ വരും എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള വിശ്വാസം. വരില്ല എന്നൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. പിന്നെ അല്ലെങ്കിലും ധാരാളം ആൾക്കാർ അതിൽ സംസാരിക്കാണ്ട്. കുമ്മൻ രാജശേഖരൻ്റെ, അതുകൂടാതെ രാജീവ് ചന്ദ്രശേഖരൻ്റെ, ചന്ദ്രശേഖരൻ തന്നെയാണ് അധ്യക്ഷൻ. പിന്നെ ഈ സ്വാമിജിയുണ്ട്. അപ്പം സമ്പുഷ്ടമാണ് വേദി. അതേപോലെ തന്നെ സമ്പുഷ്ടമായിരിക്കും ഈ പരിപാടിയിൽ വരുന്ന ആൾക്കാർ, ശ്രോതാക്കൾ, ഇതെല്ലാം ആയിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സാധാരണ ഹിന്ദു സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തത എന്ന് വെച്ചാൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് വികസനത്തിൻ്റെ ഒരു വലിയ കാര്യം ചെയ്യുന്നത്, യുവശക്തിയെ പറ്റി ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വികസനം ഏതൊക്കെ രീതിയിൽ നടത്താം, അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വികസനമാണ്. അത് ആധ്യാത്മികമായാലും ശരി, മറ്റ് സാമ്പത്തിക ഉന്നതിയിലൂടെ എങ്ങനെ മുന്നേറാമെന്ന അടക്കമുള്ളൊരു കാര്യങ്ങൾ, വിശാലമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടി എനിക്ക് തോന്നുന്നു ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലുണ്ടെന്ന് തോന്നുന്നത്. കഴിഞ്ഞ വർഷമായാലും ശരി അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നിശ്ചയമായും നമ്മൾ വെറും ഒരു ഹിന്ദുവിൻ്റെ ആധ്യാത്മികത മാത്രമല്ല, ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഭൗതികതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആധ്യാത്മികതയ്ക്ക് പ്രത്യേകതയുണ്ട്. ആ നിലയ്ക്ക് ഹിന്ദു ഉണരുന്ന സമയത്താണ് രാഷ്ട്രം ഉയരുന്നത്. ഹിന്ദുത്വ അഭിമാനികൾ ഉണ്ടെങ്കിലല്ലേ രാഷ്ട്രം ഉയരാൻ സാധിക്കുള്ളൂ, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു മേഖല മാത്രമല്ല, സർവ്വതോമുഖമായ ഉന്നതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
എല്ലാ രംഗത്തുള്ള ഒരു സ്ഥാനത്തേക്ക് ഭാരതം പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ രംഗവും വേണമല്ലോ, ഒരു രംഗം മാത്രം പോരല്ലോ. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് യുവാക്കന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നു, വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, രാഷ്ട്രീയക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രാജനൈതിക രംഗം ശോഭനമാകണം. അതിലൊരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിയും ശോഭനമാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സംശുദ്ധമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തെയും നമ്മളെ ട്രഷറർ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയക്കാരനല്ല, പക്ഷേ ഹിന്ദുത്വ അഭിമാനിയാണ് അദ്ദേഹം. അപ്പം ആ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനം. ഞങ്ങളിപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെ വികസനത്തിലൂന്നിയ വിശ്വാസമാണ്. നമ്മളാണ് ഈ പറഞ്ഞതുപോലെ ഹിന്ദുധർമ്മത്തെ പരിപാലിക്കുക, ഇല്ലെങ്കിൽ ഹിന്ദുധർമ്മത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു വലിയ ഒരു പരിപാടിക്ക് നമ്മൾ രൂപകൽപ്പന കൊടുത്തത് തന്നെ. നമ്മളെന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അല്ലാതെ നമ്മൾ മറ്റ് മതക്കാർ പറയുന്നത് പോലെ തൊട്ടടുത്ത ആളിനെ സ്നേഹിക്കുക എന്നുള്ളതിനൊക്കെ ഉപരി ലോകം മുഴുവൻ ഇത് വരിക എന്നുള്ളതാണ്. അപ്പം വികസനവും വിശ്വാസവും, കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ പഴയ കാലത്ത് ചില ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് വികസനത്തിലൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വളരെ ശ്രേഷ്ഠരായ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു പ്രതികരണമാണ് ഹിന്ദു സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാനാജാതി മതസ്ഥരിൽ നിന്നും. നമ്മളെല്ലാ ആൾക്കാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അല്ലാതെ ഹിന്ദു സമ്മേളനം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സന്ദേശം എന്താണെന്നും നമ്മുടെ മതത്തിൻ്റെ ധർമ്മം എന്താണെന്നും നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ ചെയ്തു കൊടുക്കുന്നതെന്നും മറ്റുള്ള ആൾക്കാരെ കൂടെ അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഈ ഒരു ലക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വളരെ നല്ല രീതിയിലുള്ളൊരു സംവിധാനമായിരിക്കും ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. ആ രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടാവും. അതുതന്നെയാണ് സർവ്വതോന്മുഖമായൊരു വികസനം, അതോടൊപ്പം തന്നെ ആത്മീയതയും. അങ്ങനെ പല വിഷയങ്ങൾ, പല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ചർച്ചകൾ നടക്കും. പൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമിജികളുടെ ഒരു വലിയ ദർശനം ഉണ്ടായിരുന്നു. ഹൈന്ദവ സമൂഹം എങ്ങനെയാവണം, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ വളർച്ച എങ്ങനെയായിരിക്കണം. കേവലം ഒരു ആത്മീയമായ വളർച്ചയിലൂടെ മാത്രം ഹൈന്ദവ സമൂഹം വളരില്ല. അതിന് അടിസ്ഥാനമായ മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അതായത് മറ്റ് സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാവണം. അവൻ്റെ സർവ്വതോന്മുഖമായ രീതിയിലുള്ളൊരു വളർച്ച കൊണ്ട് മാത്രമേ പൂർണ്ണമായൊരു ഹൈന്ദവ സമൂഹം വളരുകയുള്ളൂ. ഒരു വലിയ ദർശനം, കാഴ്ചപ്പാടുമെല്ലാം സ്വാമിയുടെ ഉണ്ടായിരുന്നു. ആ സ്വാമിയുടെ സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ ഒരു ആഗ്രഹപൂർത്തീകരണം കൂടിയാണ് ഹൈന്ദവ സമ്മേളനം, ഈ അനന്തപുരി ഹിന്ദു സമ്മേളനത്തിലൂടെ നടപ്പിലാക്കുന്നത്, പൂർത്തീകരിക്കുന്നത്. അങ്ങനെ വിഷയങ്ങൾ പലതാണ്. പല വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും, സംവാദങ്ങൾ നടക്കും. അങ്ങനെ ആ സംവാദങ്ങളിലൂടെ എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നൊരു ആശയം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വികസനം ഉണ്ടാകുക എന്നടക്കമുള്ള കാര്യങ്ങളും ഇവിടേക്ക് ചർച്ചയായി വരികയും ചെയ്യും. എന്തായാലും 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഹൈന്ദവ സമ്മേളനമാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. 15ാമത് ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ്. ഈ കഴിഞ്ഞ 15 കൊല്ലവും വലിയ ജനപിന്തുണയുടെയും വളരെ ജനസമ്മതിയുടെയും എല്ലാമാണ് ഇത് നടത്തി വന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇന്ന് 15ാമത്തെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലാണ് ഇന്ന് തുടക്കമാകുന്നത്. വിവിധ വിഷയങ്ങളിലടക്കം ഇനിയുള്ള 5 ദിവസങ്ങൾ ചർച്ചയും സംവാദങ്ങളും എല്ലാം നടക്കും. വിനോദ്, 5 ദിവസത്തെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിനാണ് ഇന്ന് അനന്തപുരിയിൽ തുടക്കം കുറിക്കുന്നത്. ഇന്ന് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചാണ് ഹിന്ദു മഹാസമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്. സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധികൾ വ്യാപകമായി പടർന്നു പിടിക്കാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ് ഈ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടുത്ത മാസം 16-ന് ഉന്നതതല യോഗം ചേരും. തദ്ദേശ വകുപ്പിന് ഫണ്ട് അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി കാർത്തിക, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുകയാണ്. എല്ലാ വേനൽക്കാലത്തും വരുന്നൊരു നിർദ്ദേശമാണ്, എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യണം. പക്ഷേ ഒറ്റ മഴ പെയ്താൽ തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട ടൗണുകളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് പറയുമ്പോഴും ഇതിനു വേണ്ടി പ്രത്യേക ഫണ്ടും അനുവദിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റു കൂടുതൽ വിവരങ്ങൾ രശ്മി കാർത്തിക.
വിനോദ്, ആരോഗ്യവകുപ്പാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഴക്കാലം വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാക്കണം, കാര്യക്ഷമമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 16-ാം തീയതി ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അതിൽ ഈ തദ്ദേശ വകുപ്പിന് ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. പകർച്ചവ്യാധികൾ ഈ വേനലായിട്ട് പോലും വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ മുൻ വർഷങ്ങളേക്കാൾ കൂടുതലായി ഇപ്പോഴാണ് ഈ പകർച്ചവ്യാധികൾ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ വേനലായിട്ട് പോലും ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ പിടിപെടുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല പനി ബാധിച്ച് ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണത്. 10,000 കടന്നാണ് പ്രതിദിനം ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം. ഇനി മഴക്കാലമാകുന്നതോടുകൂടി ഈ മാലിന്യങ്ങൾ സംസ്ഥാനമൊട്ടാകെ മാലിന്യമാണ്. അത് കൃത്യമായി തന്നെ ഓട ശുചീകരിക്കുക, അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ കൃത്യമായി നീക്കം ചെയ്തില്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള പകർച്ചവ്യാധി സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ആരോഗ്യ വിദഗ്ധർ അടക്കം നൽകുന്നത്. അത് പനിയാണെങ്കിലും മറ്റ് രോഗങ്ങൾ, ഈ എലിപ്പനി, അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, H1N1 ഉൾപ്പെടെയുള്ള രോഗങ്ങളായിരിക്കും വ്യാപകമായി പടർന്നു പിടിക്കുക. ആ സാഹചര്യം ആശുപത്രികളിലടക്കം രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാലിന്യം ഈ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ വേഗത്തിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. പക്ഷേ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മഴക്കാലങ്ങൾക്ക് മുൻപും ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൽ ഫണ്ട് അനുവദിക്കുന്നതിനുൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു വീഴ്ചയാണ് സംഭവിക്കുന്നത്. ഈ കൊതുക് നശീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു കൊതുക് നശിപ്പിക്കുന്ന മെഷീനൊക്കെ നമുക്കറിയാം. അത് പലയിടത്തും കേടായി കിടക്കുന്ന സാഹചര്യമുണ്ട്. അതൊന്നും നന്നാക്കാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു പണം പോലും തദ്ദേശ വകുപ്പിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും പറയുന്ന ഒരു കാര്യം. അനാവശ്യമായി സർക്കാർ പല കാര്യങ്ങൾക്കും കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഈ മാലിന്യ നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ കൃത്യമായി നടത്താത്തത്. അത് വലിയ രീതിയിലുള്ളൊരു വീഴ്ചയാണ്. ഏതായാലും പകർച്ചവ്യാധി വ്യാപനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. വിനോദ്, അതെ, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. അതേപോലെ തന്നെ മഴക്കാലം വരാൻ പോകുന്നു. അതിനു മുമ്പ് മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലല്ലോ, എന്നിട്ട് മുഖ്യമന്ത്രി കറങ്ങി നടക്കുകയാണല്ലോ എന്നൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകൻ ദേവേന്ദ്രൻ ദേവൻ ചോദിക്കുന്നത്. സർക്കാരിന് പണമില്ലല്ലോ എന്ന് രാജേഷും പറയുന്നു. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ ഈ പണം സംബന്ധിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികൾ എത്രമാത്രം നടപ്പാകുന്നു എന്നതിനെ സംബന്ധിച്ച റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. സംസ്ഥാനത്ത് പദ്ധതി ചെലവ് പൂർത്തീകരണത്തിൽ ഇഴച്ചിൽ തുടരുകയാണ്. ഇതുവരെ 71.93% മാത്രമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പദ്ധതി ചെലവ്. കേന്ദ്രാവിഷ്കൃത പദ്ധതി ചെലവ് 66.09% മാത്രമെന്നും പ്ലാൻ സ്പേസ് രേഖകൾ വ്യക്തമാക്കുന്നു. പ്ലാൻ സ്പേസിൽ പദ്ധതി ചെലവ് വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള കാലാവധി ഏപ്രിൽ 25 വരെ പ്ലാനിംഗ് ബോർഡ് നീട്ടുകയും ചെയ്തു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനും ചേരുന്നു. പ്രജിത്ത്, ഈ സർക്കാർ പദ്ധതി ചെലവ് പൂർത്തീകരണത്തിൽ വലിയ ഇഴച്ചിൽ തന്നെയാണ്. ഇതുവരെ 71.93% മാത്രമാണ് ചിലവാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മാർച്ച് 31 നമുക്കറിയാം സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. അപ്പോൾ നടപ്പാക്കിയത് 71.93% പദ്ധതികൾ മാത്രം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലാണ് വലിയ കുറവ് വന്നിട്ടുള്ളത്. 66.9% മാത്രമേ നടപ്പാക്കാൻ കഴിഞ്ഞുള്ളൂ. കൂടുതൽ വിവരങ്ങൾ പ്രജിത്ത്. ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഒരു ദുരിതം അല്ലെങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ പദ്ധതി ചെലവിന്റെ വിഹിതം അതിന്റെ കണക്കുകൾ വരുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും. നമ്മൾ ഈ പുറത്തുവിടുന്ന വിവരങ്ങൾ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ പ്ലാൻ സ്പേസ് എന്ന് പറയുന്ന സംവിധാനത്തിലുള്ള ഇന്റഗ്രേറ്റഡ് പോർട്ടലിലുള്ള കണക്കുകളാണ്. അത് സാധാരണഗതിയിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന എത്രത്തോളം പദ്ധതി ചെലവുകളുടെ പൂർത്തീകരണം സംസ്ഥാനത്തുണ്ടായി എന്ന രീതിയിൽ അതിൽ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ചെലവ് അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിലുണ്ടാകുന്ന ഇഴച്ചിൽ അത് കൃത്യമായി ഈ ഡാറ്റയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു കണക്കുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ആകെയുള്ള പദ്ധതി ചെലവിൽ നിലവിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് വെറും അതായത് 38,886.91 കോടി വരുന്ന ആകെയുള്ള പദ്ധതി ചെലവിൽ 71.93% മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്ലാൻ സ്പേസ് രേഖകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേറ്റ് പ്ലാനിന്റെ ചെലവാകട്ടെ 21,838 കോടി ഉള്ളതാണ്. അതിന്റെ 73%
മാത്രമായിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് 8,532 കോടി, അതിൽ വെറും 74%. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ വീഴ്ച വന്നിരിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിലാണ്. ഏതാണ്ട് 8,516.91 കോടി കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണമുണ്ട്. പക്ഷേ അതിൽ 66.09% മാത്രമാണ് സംസ്ഥാനത്ത് ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമായി. സംസ്ഥാനം സാമ്പത്തിക ഭദ്രതയിലാണെന്ന് പലപ്പോഴും അവകാശപ്പെടുന്ന സർക്കാരിന്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ചില കാര്യങ്ങളിൽ മാത്രം അവകാശപ്പെടുന്ന സർക്കാരിന്, ഒരു വശത്ത് ദൂർത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിന് പദ്ധതി ചെലവ് പൂർത്തീകരണം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അത് വലിയ വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക വർഷം അവസാനിച്ചിട്ടും ആ സാമ്പത്തിക വർഷത്തെ പദ്ധതി ചെലവുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അത് ആ തുകകൾ ലാപ്സായി പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ പദ്ധതികൾ തന്നെ അവതാളത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതി ചെലവുകളുടെ ഇഴച്ചിൽ കൂടുതൽ വ്യക്തമാകുന്നത് നേരത്തെ ഈ മാർച്ച് 31 പൂർത്തീകരിക്കേണ്ട കണക്കുകൾ അപ്ഡേറ്റ്, ഈ പറയുന്ന പോർട്ടലിലൊക്കെ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അതിനുള്ള സമയം പദ്ധതി വിഹിതം നടപ്പാക്കുന്നതിലും സംസ്ഥാന സർക്കാർ വലിയ വീഴ്ച വരുത്തുന്നു. അതിൻ്റെ കണക്കുകളാണ് പുറത്തു വരുന്നത്. TPJ എന്നുള്ള ആൾ പറയുന്നു, കടം എങ്ങനെ വന്നു, പെൻഷൻ കൊടുത്തിട്ടാണോ, പശുത്തൊഴുത്ത് 40 ലക്ഷം രൂപയ്ക്ക് ഒന്നാം നിലയിലേക്ക് കയറുന്നതിന് പ്രത്യേക ലിഫ്റ്റ് പണിതിട്ട്, അങ്ങനെയുള്ള കണക്കുകൾ അത് പ്രേക്ഷകരും പറയുന്നുണ്ട്. നമ്മുടെ ധൂർത്തിനെ സംബന്ധിച്ച കണക്കുകളാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് ചൂടേറുന്നു, താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വരുന്നുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, സംസ്ഥാനത്ത് കഠിനമായ ചൂട് അത് തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പലയിടങ്ങളിലും താപനില ഏതാണ്ട് 36 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ താപനില, 37 ഡിഗ്രി സെൽഷ്യസ് താപനില ഇന്ന് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. മറ്റ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. അതികഠിനമായ ചൂടായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത്. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യന്റെ വെയിൽ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. കാരണം സൂര്യാഘാതത്തിനും സൂര്യാതപത്തിനുമൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ, അതും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം തന്നെ പരമാവധി വെള്ളം കുടിക്കുക. ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുക. ഈ കാർബണേറ്റ് പാനീയങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക. മദ്യം, കാർബണേറ്റ് പാനീയങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാനീയങ്ങളുടെ ഉപയോഗം നിർത്തലാക്കുക എന്നുള്ളത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടക്കം മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ വൈകുന്നേരത്തെ സമയത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലകളിലടക്കം വൈകുന്നേരത്തെ ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം സമയങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതുകൊണ്ടും അതിനെതിരെയും പ്രത്യേക ജാഗ്രത പുലർത്തണം. മലയോര മേഖലകളിലടക്കം താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്ന ഒരു കാര്യം. വിനോദ്, തീർച്ചയായും കാലാവസ്ഥാ മുന്നറിയിപ്പ്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ച വാർത്തകൾ അവസാനിപ്പിച്ചോ എന്ന് പ്രേക്ഷകൻ രാധാകൃഷ്ണൻ ചോദിക്കുന്നു. അവസാനിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ശക്തമായ വാർത്തകൾ, തുടർ വാർത്തകൾ വീണ്ടും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഈ മണിക്കൂറിൽ പങ്കുവെക്കുന്നത്. ഭാരതം ലോകത്തിന് പകർന്ന മഹത്തായ ദർശനമാണ് ധർമ്മമെന്ന് RSS മുൻ സർകാര്യവാഹ് ഡോക്ടർ മൻമോഹൻ വൈദ്യ കൊച്ചി അളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ശബരിമല അയ്യപ്പ സേവാ സമാജം ത്രൈവാർഷിക ദേശീയ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഭാരതീയൻ എന്ന നിലയിൽ ഓരോരുത്തർക്കും അഭിമാനമുള്ളതാണ്. ഭാരതം സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നതെന്നും ഡോക്ടർ മൻമോഹൻ വൈദ്യ പറഞ്ഞു. ഭാരത ജനത സഹിഷ്ണുതയുള്ളവരും വസുദൈവ കുടുംബം എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. എന്നാൽ പല കാര്യങ്ങളിലും സഹിഷ്ണുത അതിർവരമ്പുകൾ ഭേദിച്ചു കഴിഞ്ഞുവെന്നും മൻമോഹൻ വൈദ്യ പറഞ്ഞു. So Bharat is described many times that India is the country of diverse cultures. So that is not the right way of saying it. The right way of saying it, according to me, is India has a culture that celebrates diversity. Children are diverse cultures. Culture is one, and we celebrate diversity.
സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ SGR കുമാർ അധ്യക്ഷത വഹിച്ചു. സന്യാസി മാർഗദർശൻ മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്യസ്വരൂപാനന്ദ, മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, പന്തളം കൊട്ടാരൻ രാജകുടുംബാംഗം നാരായണവർമ്മ, പ്രീതി നടേശൻ എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി. പെരുമ്പാവൂരിൽ പ്രവർത്തനം നിലച്ച പാറമടയിൽ നിന്ന് ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയതിൽ ദുരൂഹത. കേന്ദ്ര അന്വേഷണ ഏജൻസികളും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഓടയ്ക്കാലിന് സമീപം മണ്ണൂർ മോളത്ത് പാറമടക്കുളത്തിൽ നിന്ന് 9 ചാക്ക് ജെലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെടുത്തത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചെയ്യുന്നു. സുധീഷ്, ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെടുത്ത വിഷയത്തിൽ അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. എറണാകുളം പെരുമ്പാവൂരിലാണ് പ്രവർത്തനം നിലച്ച പാറമടയിൽ നിന്ന് ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. ഇതിൽ ദുരൂഹതയുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികളും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഓടയ്ക്കാലിന് സമീപം മണ്ണൂർ മോളത്ത് പാറമടക്കുളത്തിൽ നിന്നാണ് 9 ചാക്ക് ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെടുത്തത്. ഈ ജെലാറ്റിൻ സ്റ്റിക്കുകൾ അത് സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വെടിമരുന്നുകൾ ഉൾപ്പെട്ട സാധനമാണ്. അത് കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം. മറ്റൊരു വാർത്തയിലേക്ക്. സ്വാതന്ത്ര്യ സമര സേനാനി അഡ്വക്കേറ്റ് ചേറ്റൂർ ശങ്കരൻ നായരോട് കോൺഗ്രസ് ഭരിക്കുന്ന മങ്കര പഞ്ചായത്തും കാണിച്ചത് കടുത്ത അവഗണന. 2021 യുവമോർച്ച ചേറ്റൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് കത്ത് നൽകിയെങ്കിലും മുൻ ദേശീയ പ്രസിഡന്റിൻ്റെ ആ സ്ഥലം സംരക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇന്നും ഈ പ്രദേശം കാടുമൂടി തന്നെ കിടക്കുന്നു. ഖിലാഫത്തിനെ തള്ളിപ്പറയുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ലണ്ടനിൽ വരെ പോയി പോരാടുകയും ചെയ്ത ചരിത്രപുരുഷൻ ചേറ്റൂർ ശങ്കരൻ നായരോട് കോൺഗ്രസ് ഭരിക്കുന്ന പാലക്കാട് മങ്കര പഞ്ചായത്തും കടുത്ത അവഗണനയാണ് കാണിച്ചത്. ചേറ്റൂരിന്റെ സമാധിസ്ഥലം സംരക്ഷിക്കണമെന്നും വരും തലമുറയ്ക്കെങ്കിലും ചേറ്റൂരിനെ കുറിച്ച് പഠിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുമെല്ലാം 2021 തന്നെ യുവമോർച്ച പഞ്ചായത്തിന് കത്ത് നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. 4 വർഷങ്ങൾക്കിപ്പുറവും ചേറ്റൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന സമാധിസ്ഥലം കാടുമൂടി കിടക്കുകയാണ്. ഇത് കോൺഗ്രസ് ബോധപൂർവം അദ്ദേഹത്തെ അവഗണിക്കുന്നതിന് തെളിവാണെന്ന് BJP ആരോപിച്ചു. 2021 മങ്കര പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് കോങ്ങാട് മണ്ഡലം യുവമോർച്ച കമ്മിറ്റി ഒരു അപേക്ഷ കൊടുത്തിരുന്നു. ചേറ്റൂർ ശങ്കരനായ അന്ത്യവർഗ ഭൂമി സംരക്ഷിക്കണം, കാട് വെട്ടിത്തെളിക്കണം, ആ ഭൂമിയിൽ തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി വർഷം തോറും ആ ഭാഗങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോങ്ങാട് യുവമോർച്ച മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. പഞ്ചായത്തിൽ നിന്ന് ഒരു മറുപടിയും ഇന്നേ വരെ അധ്യക്ഷ സ്ഥാനത്ത് ഈ യുവമോർച്ചയ്ക്ക് കിട്ടിയില്ല. അങ്ങനത്തെ ഒരു പഞ്ചായത്തിലെ അധ്യക്ഷനാണ് നുണപ്രചരണം പറഞ്ഞുകൊണ്ട് BJP തിരിഞ്ഞു നോക്കിയില്ല. തികച്ചും അസംബന്ധമാണ്, നുണപ്രചരണമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1985-86 കാലഘട്ടം മുതൽ തന്നെ BJP ചേറ്റൂരിന്റെ മങ്കരയിലെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താറുണ്ടെന്നും എന്നാൽ കാലങ്ങളായി ഭരിച്ച കോൺഗ്രസ് ആ സമാധി സ്ഥലം സംരക്ഷിക്കാനോ അവിടേക്കായി നല്ലൊരു വഴി നിർമ്മിക്കാനോ പോലും ചെറുവിരൽ അനക്കിയിട്ടില്ലെന്നും BJP ആരോപിച്ചു. ചേറ്റൂർ ഉൾപ്പെടെ പാലക്കാട് നിന്നുമുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സ്മാരകം വേണം എന്നതാണ് തങ്ങളുടെ നിലപാടെന്നും BJP വ്യക്തമാക്കി. ജനം, പാലക്കാട്. RSS സ്ഥാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു റോഡുണ്ട്. ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ പ്രദേശത്തെ സ്വയം സേവകർ റോഡ് നിർമ്മിച്ചത്. 500ഓളം ആളുകളുടെ പ്രധാന സഞ്ചാരമാർഗമായ ഈ റോഡ് ഉദ്ഘാടനം ചെയ്തതാവട്ടെ മുൻ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് ഓഫീസ്, അതുപോലെ തന്നെ കോളേജ്, വില്ലേജ് ഓഫീസ്, ഖാദിയുടെ ഓഫീസ്, അങ്ങനെയുള്ള ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഉള്ള എല്ലാ സ്ഥാപനങ്ങളും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ എലന്തൂരിൻ്റെ ഈ ഭാഗം. അപ്പോൾ ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട 2 റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡായിട്ടാണ് അന്ന് ഈ റോഡ് വെട്ടാൻ അല്ലെങ്കിൽ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ നമ്മുടെ ശാഖയിലെ സ്വയംസേവകർ തീരുമാനിച്ചത്. ആ സമയത്ത് വളരെ രൂക്ഷമായിട്ടുള്ള
കാര്യങ്ങൾ സഞ്ചരിക്കുന്നതിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഭാഗം. ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു ആവശ്യം ഈ ഭാഗത്തുള്ള പൊതുജനങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയും ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ശാഖയിൽ കൂടി ആലോചിച്ചതിന് ശേഷം ഈ ഒരു റോഡ് നിർമ്മാണം ഏറ്റെടുക്കുകയും അതിന് മുൻകൈ എടുത്തത് അന്ന് ശാഖയിലെ മുഖ്യശായിരുന്നിട്ടുള്ള ശ്രീ ജി വിദ്യാധിരാജൻ ആണ്. അദ്ദേഹമായിരുന്നു അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത് ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത വ്യക്തി. 1990 ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ പഞ്ചായത്ത് 11-ാം വാർഡിൽ നിർമ്മിച്ച ഈ റോഡ് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. 500ഓളം ആളുകളുടെ സഞ്ചാരപാത, 500 മീറ്ററിലധികം നീളം. മുൻ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് TG നരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്ത റോഡ് സാമൂഹ്യ വിരുദ്ധർ പലപ്പോഴും റോഡിന്റെ ബോർഡ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, റോഡിനു വേണ്ടി വർഷങ്ങൾക്കിപ്പുറം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, 34 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിലുള്ള ഈ റോഡിന്റെ നിർമ്മാണം മുതൽ ഇതുവരെയുള്ള ഘട്ടങ്ങൾ അന്നത്തെ RSS മുഖ്യ ശിക്ഷകന്റെ വാക്കുകൾ ഇങ്ങനെ. ഈ പ്രദേശത്തുള്ള ആൾക്കാർ അന്ന് ഈ റോഡ് വളരെയധികം നടന്നു പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ചെറിയ തോടായിരുന്നു. അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടു, വഴി വേണം, നല്ല വഴി വേണം, സഞ്ചരിക്കാനുള്ളൊരു മാർഗം വേണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. അന്ന് ഞാനിവിടെ മേക്ക് ശാഖയുടെ മുഖ്യേഷനായിരുന്നു. അപ്പോൾ നമ്മൾ അന്നത്തെ പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പ്രദേശത്ത് നമ്മൾ റോഡ് വെട്ടി. ഈ പ്രദേശത്ത് ഈ റോഡും മറ്റേ അപ്പുറത്തെ റോഡുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് വെട്ടിയത്. ഈ രണ്ട് പ്രദേശത്ത് ധാരാളമായ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു റോഡാണ്. ഇത് വെട്ടിയതിന് ശേഷം ഞങ്ങളിത് ഹെഡ്ഗേവാർ റോഡ് അന്ന് ജന്മശതാബ്ദി നടക്കുന്ന സമയമാണ്. ഇത് വെട്ടിയതിന് ശേഷം ഞങ്ങൾ ഇവിടെ അവിടെയും ബോർഡ് വെച്ചു, ഹെഡ്ഗേവാർ റോഡെന്ന് ബോർഡ് വെച്ചു. പക്ഷേ ചില സമീപസ്ഥരുടെ ഭാഗത്തു നിന്ന് അതിന് പല ശല്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, മറ്റ് ചില കേസുകളും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ഈ റോഡ് വെട്ടിയത്. ഡോക്ടർ ജി ജന്മശതാബ്ദി നടക്കുന്ന സമയത്ത് ധാരാളം പരിപാടികൾ നമ്മൾ ഈ പ്രദേശത്തൊക്കെ അന്ന് നടത്തിയിരുന്നു. അപ്പോൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ റോഡ് വെട്ടിയ സമയത്ത് അങ്ങനെ ഞങ്ങൾ തന്നെ പറഞ്ഞതിന് ഹെഡ്ഗേവാർ റോഡെന്ന് പേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹെഡ്ഗേവാർ റോഡെന്ന് പേര് വിട്ട് ബോർഡും വെച്ച് അന്ന് മൺ റോഡായിട്ടാണ് കിടന്നിരുന്നത്. പിന്നീട് പിൽക്കാലങ്ങളിലാണ് പിന്നെ കോൺക്രീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് സഞ്ചാര സ്വാതന്ത്ര്യമാക്കിയത്. അന്നും ഇന്നും ഈ റോഡിന്റെ വികസന കാര്യങ്ങളിൽ തൽപരരായി പ്രദേശത്തെ RSS BJP പ്രവർത്തകർ ആവേശത്തോടെയുണ്ട്. സംസ്ഥാനത്ത് ചില അനാവശ്യ വിവാദങ്ങൾ തലപൊക്കുമ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിലുള്ള ഈ റോഡ് നിങ്ങൾ കണ്ണു തുറന്നു കാണൂ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇവിടുത്തുകാർ. ജനം, പത്തനംതിട്ട. കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊല നടത്തിയത് അസം സ്വദേശി അമിത് തന്നെയെന്ന് പോലീസ്. വിരലടയാളമാണ് അമിതാണ് കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചത്. ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കോട്ടയത്ത് ദമ്പതികളെ കൊലപ്പെടുത്തിയത് അസം സ്വദേശിയായ അമിത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. വിരലടയാളമാണ് ഈ നിഗമനത്തിലേക്ക് എത്തിക്കുന്നത്. കൊലയാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു? മിഥുൻ മുരളി. വിനോദ്, അസം സ്വദേശിയായ അമിതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തുടക്കം മുതൽ അന്വേഷണം ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു. 6 മാസം മുൻപ് ഈ വീട്ടിലെ വിജയകുമാറിന്റെ മൊബൈൽ മോഷ്ടിച്ച കേസിൽ ഇയാൾ പിടിയിലാവുകയും പിന്നീട് 1 മാസം മുമ്പാണ് ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തത്. വിജയകുമാറിന്റെയും ഭാര്യയുടെയും മൊബൈൽ മോഷ്ടിച്ച് ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് ബാങ്കിംഗ് സംവിധാനത്തിലൂടെ 90,000 രൂപയോളം ഇയാൾ കവർന്നു എന്നുള്ളതായിരുന്നു അന്ന് കേസ്. അതിനുശേഷം ഇയാൾ ആസൂത്രിതമായി ഇവരോട് വൈരാഗ്യത്തോടു കൂടി ഈ കൊലപാതകം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ. അമിത് തന്നെയാണ് ഈ പ്രതി എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതിന് പ്രധാനമായും പോലീസ് തെളിവ് ശേഖരിച്ചിരിക്കുന്നത് അമിതിന്റെ വിരലടയാളമാണ്. 6 മാസം മുൻപ് മോഷണം നടത്തിയപ്പോൾ അമിതിൽ നിന്നും ശേഖരിച്ച ആ വിരലടയാളവും ഇന്നലെ ഈ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിരലടയാളവും അമിത് ഈ കൊല നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മഴുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിരലടയാളവും എല്ലാം ഒന്നു തന്നെയാണെന്ന് പോലീസിന് കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. സ്ഥിരീകരണം ഈ രീതിയിലാണ്. പ്രധാനമായും പ്രതി ഇയാൾ തന്നെയെന്ന് പോലീസിന് സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ കതകിലും മറ്റു ഭാഗങ്ങളിലുമെല്ലാം വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. ഒപ്പം മഴുവിലും വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ഈ വിരലടയാളങ്ങളും നേരത്തെ 6 മാസം മുൻപ് പ്രതി നടത്തിയ ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ശേഖരിച്ച വിരലടയാളവും ഒന്നു തന്നെയെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി പ്രതി അമിത് തന്നെയെന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കോട്ടയം നഗരത്തിലെ ഒരു ലോഡ്ജിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച ലോഡ്ജിൽ നിന്നും വെക്കേറ്റ് ചെയ്തു. പിന്നീട് തിങ്കളാഴ്ച കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോയി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെ കഴിഞ്ഞ ഇയാൾ രാത്രിയോടുകൂടി കൊല നടത്തുന്നതിന്
പരിശോധനയ്ക്ക് വേണ്ടി എത്തുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ലോഡ്ജിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ഒപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ, ഈ CCTV ദൃശ്യങ്ങളും ഒപ്പം വിരലടയാളവും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ പരിശോധന നടത്തിയപ്പോഴാണ് പ്രതി ഇയാൾ തന്നെയെന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഇയാൾ സംസ്ഥാനം വിട്ടുപോകുന്നതിനുള്ള കാര്യങ്ങളും പോലീസ് അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് കൊലപാതകം നടത്തിയത് അസം സ്വദേശി തന്നെ എന്നുള്ള വിവരങ്ങൾ കൃത്യമായി വിരലടയാള കൃത്യമായി അത് മനസ്സിലാക്കിയതോടുകൂടി അസം സ്വദേശിയായ അമിത് തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഇയാൾക്കായ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ കൊല്ലത്തെ അഷ്ടമുടി ക്രാഫ്റ്റ് സെന്റർ ഇന്ന് അനാഥം. അഞ്ചാലിമൂട്ടിലെ ഈ DTPC കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. സ്ഥലത്ത് പോലീസിന്റെ പരിശോധന ശക്തമാക്കണമെന്നും പുതിയ സംവിധാനങ്ങളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അഷ്ടമുടി വില്ലേജ് ക്രാഫ്റ്റ് മ്യൂസിയം. സ്ഥലത്തെ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് DTPCയുടെ ഈ കെട്ടിടമുള്ളത്. 2019 അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർമ്മാണോദ്ഘാടനം നടത്തി. പിന്നാലെ 2021 ഫെബ്രുവരിയിൽ ആശ്രാമത്തെ പ്രത്യേക വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണിത്. 4 വർഷങ്ങൾക്കിപ്പുറം കായലരികിൽ പൊട്ടിപ്പൊളിഞ്ഞ ഈ കെട്ടിടം അനാഥമാണ്. മ്യൂസിയത്തിനുള്ളിൽ അവശേഷിക്കുന്നത് ചില കരകൗശല വസ്തുക്കൾ മാത്രം. ഹോട്ടൽ നടത്താൻ കരാറെടുത്തയാൾ പിന്നീട് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം കാരണം ഉപേക്ഷിച്ചു. നിർമ്മാണത്തിലെ വീഴ്ച മൂലം ശോചനീയാവസ്ഥയിലുള്ള കെട്ടിടം നേരമിരുട്ടിക്കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാകും. കെട്ടിടത്തിന് സമീപം മദ്യക്കുപ്പികളാൽ നിറഞ്ഞിരിക്കുന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും ഇത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. സ്ഥലത്ത് പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കണമെന്നും മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഇവിടം ബന്ധിപ്പിക്കുവാനുള്ള സൗകര്യം കൊണ്ടുവരണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മദ്യക്കുപ്പികളുടെ ഒരു കൂമ്പാരമാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ മദ്യപന്മാരുടെ ഒരു കേന്ദ്രമായിട്ട് ഈ പരിസരം DTPCയുടെ പരിസരം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ശക്തമായ പോലീസ് എന്ന രാത്രികളെ പെട്രോളിംഗ് ഉണ്ടായാൽ മാത്രമേ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. CCTV ക്യാമറകൾ നശിപ്പിച്ച നിലയിലാണ്. ക്രാഫ്റ്റ് മ്യൂസിയം എന്ന് ആലേഖനം ചെയ്ത ബോർഡും തകർന്ന നിലയിൽ. കാറ്റ് വീശുമ്പോൾ കായലിലെ വെള്ളം കെട്ടിടത്തിനുള്ളിലേക്ക് അടിച്ചു കയറും. മദ്യപാനികൾ ഉപേക്ഷിക്കുന്ന കുപ്പികൾ കായലിനരികിലെ പാറകളിൽ തട്ടി ചില്ലുകളായി മാറുമ്പോൾ ഭക്തജനങ്ങൾക്ക് അപകടമുണ്ടാകാതിരിക്കാൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് തന്നെ അത് മാറ്റേണ്ടി വരുന്നു. ഞങ്ങളുടെ അമ്പലത്തിൽ ഈ ബാഹുബലിക്ക് നടത്താറുണ്ട്, ഉൾനേച്ച് നടത്താറുണ്ട്. അപ്പോഴൊക്കെ ഈ കുളിക്കടവിൽ, ദേവസ്വത്തിൻ്റെ കുളിക്കടവിൽ ഈ കുപ്പികളുടെ ഒരു ആവശ്യം പോലെ കുപ്പികൾ പൊട്ടിച്ചിടുക. എന്തറിയോ, അവർ ചുമ്മാ എറിയും, അത് വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് പൊട്ടും. ഞങ്ങൾ ദേവത്തിൻ്റെ ഭാരവാഹികളും ഈ ജോലിക്കാർ നിർത്തിയാണ് കിൻഡൽ കണക്കിന് കുപ്പിച്ചില്ലാണ് ഓരോ വർഷവും എടുക്കുന്നത്. കുറേ മ്യൂസിയത്തിൽ ശരിക്കും ഉണ്ടായിരുന്നു, കുറേ ചിലവാക്കി കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് പുറമെ നിന്ന് കാണാൻ പറ്റും കുറേ അധികം ക്രാഫ്റ്റ് ചെയ്ത സാധനങ്ങൾ അവിടെ ഇപ്പോൾ ഇരിപ്പുണ്ട്. അതെല്ലാം ചില വർഷങ്ങൾ കുറേ 4-5 ആയതാണ്. 2021 ഉദ്ഘാടനം ചെയ്തത്. 2001 പോയിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം മിക്കവാറും ഒരുവിധം കേടായിക്കൊണ്ടിരിക്കുകയാണ്. ക്രാഫ്റ്റ് മ്യൂസിയത്തോടൊപ്പം സെയിൽസ് എംപോറിയം എന്ന ആശയമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 44 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ ഇന്നത്തെ ക്രാഫ്റ്റ് മ്യൂസിയത്തിന്റെ അവസ്ഥ കണ്ട് പ്രദേശവാസികൾക്ക് പോലും സഹിക്കാനാവുന്നില്ല. ജനം, കൊല്ലം. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പെഹൽഗാമിലെ ഭീകരർ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വാർത്തകളുമായി ലൈവ് റിപ്പോർട്ട്സ് ഉടൻ ആരംഭിക്കും. നമസ്തേ.